ഹായ് ഓൾ, വെൽക്കം ടു ഫാൽക്കൺ PSC. അപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത് കേരള PSCയുടെ ഒരു പ്രധാനപ്പെട്ട എക്സാം ഉണ്ട്. നമുക്ക് ഒക്ടോബർ 23 2025 ഒക്ടോബർ 23 ലീഗൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 സെക്രട്ടേറിയറ്റ് ലീഗൽ അസിസ്റ്റൻറ്റിലേക്കുള്ള എക്സാമാണത്. അപ്പോൾ ഇത് വളരെയധികം ഇപ്പോൾ നമുക്ക് കുറച്ച് സമയമുണ്ട്, ഇതിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറച്ച് സമയമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏറ്റവും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെയായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടുന്നത്, ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്, അതിൻ്റെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് തന്നുകൊണ്ടുള്ള ഒരു കോച്ചിങ് ക്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങളുടെ കൂടെ ഒരു സഹപാഠിയായിട്ട് ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടായിട്ട് എങ്ങനെയായിരിക്കും നിങ്ങൾക്കൊരു സംശയം വരുമ്പോൾ സോൾവ് ചെയ്യാൻ സഹായിക്കേണ്ടുന്നത്, ആ ഒരു രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സിലബസ് എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് സിലബസ് ആണ്. പക്ഷേ വാസ്റ്റ് സിലബസ് ആയാലും നമുക്കത് ഏറ്റവും ചെറുതായിട്ട് വളരെ ലളിതമായിട്ട് പഠിക്കേണ്ടുന്ന രീതിയിൽ സ്മാർട്ട് വർക്ക് നടത്തി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതുപോലെ സ്കോർ ചെയ്യാൻ കഴിയും. നെഗറ്റീവ് മാർക്സ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ക്ലാസ്സുകളാണ് ഫാൽക്കൺ PSC ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിലബസിൻ്റെ ഒരു ഡിസ്കഷനുണ്ട്. അതിനോടൊപ്പം തന്നെ ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക എന്നുള്ള അതിൻ്റെ ആൻസർ ചെയ്യേണ്ടുന്ന ഒരു മെക്കാനിസം, അതൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ലോ ഗ്രാജുവേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങളെല്ലാം അപ്ലൈ ചെയ്തിട്ടിരിക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ LLB മാത്രമാണ്. അതിനോടൊപ്പം തന്നെ ബാർ കൗൺസിൽ രജിസ്ട്രേഷനുള്ള ഒരു അഡ്വക്കേറ്റിന് ഈ എക്സാം എഴുതാൻ കഴിയും. പിന്നെ ഏജ് ലിമിറ്റ് ഉണ്ട്, അതെല്ലാം നമ്മളുടെ നോട്ടിഫിക്കേഷനിലുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ആപ്ലിക്കേഷൻ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് സ്ട്രക്ചർ ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലേക്കുള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം എക്സാമിൻ്റെ ടൈം എന്ന് പറയുന്നത് നമുക്കറിയാം, എന്നത്തേക്കാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് വാസ്റ്റായിട്ട് കാട് കയറി പഠിക്കുന്ന ആ ഒരു രീതിയിലേക്ക് പോകേണ്ടത് ആവശ്യമില്ല. കാരണം ഇത് ഒരു ഒബ്ജക്റ്റീവ് ലെവൽ OMR എക്സാമിനേഷനാണ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്, MCQs ആണ് വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒഴിവാക്കേണ്ടുന്ന ആൻസറിനെ ഒഴിവാക്കി കൃത്യമായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ടുന്ന ആൻസർ ഏതാണ്, നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്, ആ ഒരു രീതിയിലേക്ക് മാത്രം നമ്മൾ നോക്കിയാൽ മതി, ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 50,000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാലറി സ്കെയിലാണ് ഉള്ളത്. 50,000 രൂപ തൊട്ട് സാലറി ലഭിക്കുന്ന ഒരു നല്ലൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ പിന്നെ പ്രൊമോഷൻ സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. സാധ്യതകളെന്നല്ല, ഉറപ്പായിട്ടും പ്രൊമോഷൻ ലെവൽ അതിൻ്റെ വളരെയധികം കൂടുതലാണ്. ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്കുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, അതിൻ്റെ ഗൗരവം അറിയാം. അപ്പോൾ അത്രയും പ്രൊമോഷൻ സാധ്യതകളും അതിനകത്ത് ഓപ്പർച്യൂണിറ്റീസ് നിറയെ ഉണ്ട്. അപ്പോൾ ആ ഒരു എക്സാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എത്തുന്ന ഒരു ലെവൽ വ്യത്യാസമുള്ളതായിരിക്കും. അപ്പോൾ അത്രയും കാര്യമായിട്ട് നിങ്ങൾ പഠിക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് മെക്കാനിസമായിട്ട് ഞങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ സിലബസ് കാണുമ്പോൾ ഒന്ന് ഭയപ്പെടും അല്ലേ? പക്ഷെ ഭയപ്പെടേണ്ടുന്ന ആവശ്യമൊന്നുമില്ല. ഫാൽക്കൺ PSC അതിനുവേണ്ടി നിങ്ങൾക്ക് ഏറ്റവും ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാനുള്ള ഒരു ഹെൽപ്പും, അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ടുന്ന ഒരു രീതിയും, നമ്മൾ പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ മതി അല്ലേ? നമുക്ക് ഒരുപാട് നോളജ് ഉണ്ടാക്കുന്നത് നല്ലതാണ്. പക്ഷേ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഒരു വലിയ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എക്സാമിലേക്ക് എത്തുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പലർക്കും കാര്യമായിട്ട് പഠിക്കുന്നവരുണ്ടാവും, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുന്നവരുണ്ടാവും, നല്ലതാണത്. പക്ഷേ നമുക്ക് ആ ഒരു എക്സാമിനെ വെച്ച് പഠിക്കേണ്ടുന്ന ഒരു ആവശ്യകതയുണ്ട്. കാരണം നമുക്ക് ആ എക്സാം ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, പ്രഥമമായ ലക്ഷ്യം. അപ്പോൾ ആ ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് പഠിക്കേണ്ടുന്ന ഒരു രീതി വ്യത്യസ്തമാണ്. കാരണം നമുക്ക് ക്വാളിഫൈ ചെയ്യേണ്ടുന്ന എക്സാം ഒരു എസ്സേ റൈറ്റിംഗ്, ഒരു ഡിസ്ക്രിപ്റ്റീവ് മോഡലിലുള്ള എക്സാമിനേഷൻ അല്ല, നമുക്കൊരു ഒബ്ജക്റ്റീവ് ലെവൽ എക്സാമിനേഷനാണ് ക്വാളിഫൈ ചെയ്യേണ്ടുന്നത്. അപ്പോൾ ആ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പഠിക്കേണ്ടുന്നത്. ഒരു ഒബ്ജക്റ്റീവ് ലെവൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞ പോലെ എലിമിനേഷൻ ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. കാരണം നമ്മളിപ്പോൾ ഓപ്ഷൻസ് 4 കാണുമ്പോൾ നമുക്കതിൽ 2 ഓപ്ഷൻസ് ശരിയാണെന്ന് തോന്നും. അവിടെയാണല്ലോ നമ്മൾ ആകെ പെട്ടുപോകുന്നത്. കാരണം 2 ഓപ്ഷൻസ് അത് കറക്റ്റ് ആണെന്ന് നമുക്ക് തോന്നിപ്പോവും. പക്ഷേ അതിലൊരു ഓപ്ഷൻ മാത്രമായിരിക്കുമല്ലോ, എപ്പോഴും ഒരു ആൻസർ ആയിരിക്കും ശരി. അപ്പോൾ ഈ 2 ഓപ്ഷൻ ശരിയാണെന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയാണ് കൃത്യമായിട്ട് ആ ഓപ്ഷൻ
കൃത്യം ഓപ്ഷൻ ശരി ഉത്തരം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് തെറ്റുത്തരത്തെ ഒഴിവാക്കാനുള്ള, അതിനെയാണ് നമ്മൾ എലിമിനേഷൻ ടെക്നിക്ക് എന്ന് പറയുക. ആ തെറ്റുത്തരത്തെ ഒഴിവാക്കി കളഞ്ഞുകൊണ്ട് ശരി ഉത്തരത്തെ പോയിന്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു സ്കില്ല് ഉണ്ടാകുന്നിടത്താണ് ഒരു പരീക്ഷ എഴുതുന്ന ഒരു വ്യക്തിയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഫാൽക്കൺ PSC ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഒരു സിലബസ് കണ്ട് നിങ്ങൾ ഒരിക്കലും ഞെട്ടരുത്. കാരണം അത് ഭയങ്കര ഒരു വലിയൊരു സിലബസ് ആണ്. അതിൽ ഒരുപാട് ആക്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്, മൈനർ ആക്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്, അതിനോടൊപ്പം തന്നെ വാസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിലബസിനെ കണ്ട് പേടിക്കുകയല്ല വേണ്ടുന്നത്. നമ്മൾ എത്രയും കാര്യമായിട്ട് അതിനെ പ്രിപ്പയർ ചെയ്യുന്നു, നമ്മളെങ്ങനെ അതിനെ നോക്കിക്കാണുന്നു എന്നുള്ളിടത്താണ് കാര്യം. ഓരോ കാര്യങ്ങളിലും നമ്മളുടെ വ്യൂ പോയിന്റിലാണ് പ്രധാനം. കാരണം അതൊരു പരീക്ഷയാണ്. പരീക്ഷ നടത്തുമ്പോൾ ഒരുപാട് പേര് അല്ലേ, പ്രത്യേകിച്ച് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആകുമ്പോൾ ഒരുപാട് പേര് അതിൽ എക്സാം എഴുതാമുണ്ടാവും എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നമ്മളെക്കാൾ ബെറ്ററായി പഠിക്കുന്ന ആളുകൾ ഉണ്ടാകുമെന്ന് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു മനസ്സിലൊരു ചിന്ത വെച്ചുകൊണ്ട് തന്നെ അതിനെ നേരിടുക എന്നുള്ളതാണ്. അവിടെയാണ് കോൺഫിഡൻസ് വേണ്ടുന്നത്. കാരണം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇനിയും ടൈമുണ്ട്. ഈ ടൈമിനുള്ളിൽ നമ്മളത് മാക്സിമം സ്കോർ ചെയ്തെടുക്കും. നമ്മളുടെ കയ്യിൽ നമുക്ക് സപ്പോർട്ടായിട്ട് പല സപ്പോർട്ട് മെക്കാനിസംസും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യത്തോടു കൂടി അത് പഠിച്ചു പോവുക അല്ലേ. അത് ഈ ഒരു ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് ഇതുവരെ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സാരമില്ല, ഇനിയുള്ള ടൈം നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സിലബസിലേക്ക് ഒന്ന് കടക്കാം. ഇത് കണ്ടല്ലോ, ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഇൻ ലോ ഡിപ്പാർട്ട്മെന്റ്, കേരള ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്. ഇതാണ് അതിൻ്റെ ഒരു, നമ്മളുടെ അവിടെയാണ് ജോലി കിട്ടുക. ഇത് കിട്ടിക്കഴിഞ്ഞാൽ, ഈ ടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെയാണ് ജോലി കിട്ടുക. അപ്പോൾ ഇതിൻ്റെ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ജൂറിസ്പ്രുഡൻസ്, ലീഗൽ തിയറി, പ്രിൻസിപ്പിൾസ് ഓഫ് ലെജിസ്ലേഷൻ, ലെജിസ്ലേറ്റീവ് ഡ്രാഫ്റ്റിംഗ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. കാണുമ്പോൾ പേടിക്കേണ്ട. ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഒരു സബ്ജക്റ്റാണ്. നമ്മൾ LLB ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ജൂറിസ്പ്രുഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോ എന്താണെന്ന് മനസ്സിലാക്കി സിസ്റ്റമാറ്റിക് വേയിൽ പഠിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് വേയിലൂടെ ലോയെ അഭിമുഖീകരിക്കുന്നതിനെയാണ് നമ്മൾ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുക. അതായത് നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഗ്രാമർ പഠിക്കാറുണ്ട് അല്ലേ, അതിൻ്റെ ബേസിക്സ് പഠിക്കാറുണ്ട്. അതേമാതിരി തന്നെയാണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുമ്പോൾ ലോയുടെ ഒരു ബേസിക്സ് ആണ്. അതായത് ലോയുടെ എല്ലാം ഇതിനകത്തുണ്ട്, ഈ സബ്ജക്റ്റിലുണ്ട്. എല്ലാ ലോസിൻ്റെയും ഒരു ഡ്രാഫ്റ്റിംഗ് എങ്ങനെയാണ്, എല്ലാ ലോസും നിർമ്മിച്ചിരിക്കുന്ന ഒരു രീതി എങ്ങനെയാണ്, അതിൻ്റെ മെക്കാനിസം എങ്ങനെയാണ് പോകുന്നത്, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് ജൂറിസ്പ്രുഡൻസിലാണ്. അപ്പം നിയമം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമ്മൾ ജൂറിസ്പ്രുഡൻസിനെ ഫോക്കസ് ചെയ്ത് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. കാരണം ജൂറിസ്പ്രുഡൻസിൽ കുറേ ആളുകളുടെ തിയറി പറയുന്നുണ്ട് അല്ലേ. ഒരുപാട് ആളുകളെ കുറിച്ച് നമ്മൾ സാൾമണ്ട്, ഓസ്റ്റിൻ അല്ലേ, നമ്മൾ കേട്ടിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. സാൾമണ്ടും ഓസ്റ്റിനും ബന്താമും അല്ലേ, തിയറി ഓഫ് പ്ലഷർ, ഹെഡോണിസം, ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലേക്കാണ് ജൂറിസ്പ്രുഡൻസ് പോകുന്നത്. അത് വലിയൊരു സിലബസ് അല്ല. അതിനെ സംബന്ധിച്ച് ഡെഫിനിഷൻ ആൻഡ് സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്നുള്ളതാണ്. ജൂറിസ്പ്രുഡൻസ് ഈസ് ദി ബേസിക് ഓഫ് ലോ അല്ലേ, ലോയുടെ ബേസിക്സ് ആണ്, അടിസ്ഥാനമാണ്. ഗ്രാമർ ഓഫ് ലോ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ലോയുടെ ഗ്രാമറാണ്. ലോ എങ്ങനെയാണോ ലോയുടെ ഒരു നിർമ്മാണം, ആ ലോയുടെ നിർമ്മാണം നമ്മൾ കംപ്ലീറ്റ് ജൂറിസ്പ്രുഡൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടെ പഠിക്കുന്നുണ്ട്. അതായത് നിയമം നിർമ്മിക്കുമ്പോൾ അല്ലേ, പല റൂൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. നിയമം നിർമ്മിച്ച് അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ, അതായത് ഇൻ്റർപ്രിറ്റ് ചെയ്യുക എന്നുള്ളത് അത് ജുഡീഷ്യറിയുടെ ജോലിയാണ്. നമുക്കറിയാം നമ്മുടെ സ്റ്റേറ്റിന് 3 പില്ലറാണ് ഉള്ളത്, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി അല്ലേ. ലെജിസ്ലേച്ചർ എന്ത് ചെയ്യുന്നു? ലോ മേക്ക് ചെയ്യുന്നു. എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യുന്നു? ലോ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ജുഡീഷ്യറി എന്ത് ചെയ്യുന്നു? ലോ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ജുഡീഷ്യറിയുടെ ജോലിയാണ്. ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമത്തെ വ്യാഖ്യാനിക്കുക. അപ്പോൾ ഈ വ്യാഖ്യാനിക്കുന്നതിന് കുറച്ച് റൂൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. അതിൽ ഗോൾഡൻ റൂള്, മിസ്ചീഫ് റൂള്, ലിറ്ററൽ റൂള്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. പിന്നെ പലതരത്തിലുള്ള നിയമത്തെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ, ബെനിഫിഷ്യൽ കൺസ്ട്രക്ഷൻ അല്ലേ, നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അതായത് ഞാനിപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് പറയുന്നില്ലേ, ഈ പറയുന്ന കാര്യങ്ങളെ നമ്മളൊരു കഥ പോലെ ഒരു സംഭവത്തിലേക്ക് ലിങ്ക് ചെയ്ത് പഠിക്കും. അതാണ് നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ്റെ ഒരു നട്ഷലായിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങളെ
പ്രസന്റ്ലി നടക്കുന്ന സംഭവങ്ങളുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മുമ്പ് നടന്നിട്ടുള്ള സംഭവങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കും, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കും. കാരണം ഓരോ ഭാഗത്തെയും ഒരു പോയിന്റ് പോലും, ഒരു സിലബസിലെ ഒരു പോയിന്റ് പോലും വിട്ട് കളയാതെ നമ്മൾ ഇത് ഇന്ന ഭാഗത്തിൽ വരുന്നതാണ്, ഇത് ഇന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നമുക്ക് സമകാലീനമായിട്ടോ അല്ലെങ്കിൽ മുമ്പ് നടന്നിട്ടുള്ള സംഭവങ്ങൾ ഇതുമായിട്ട് കണക്റ്റഡ് ആണെന്നുള്ള രീതിയിലായിരിക്കും നമ്മളുടെ സ്റ്റഡി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഡെഫിനിഷൻ ആൻഡ് സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം നമുക്ക് ഒരു കാര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനെ കുറേ പേര് പ്രൊമോട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ ഈ പ്രൊമോഷൻ മാത്രമാണോ ഉണ്ടാവുക? അല്ല, കുറേ പേര് എന്ത് ചെയ്യും? അതിനെ എതിർക്കും, നിരാകരിക്കും അല്ലേ? ആ വിഷയം ശരിയല്ല എന്ന് പറയും. അപ്പോൾ ഈ സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള സ്കൂളുണ്ട്. നാച്ചുറൽ ലോ സ്കൂളുണ്ട്, അതായത് നിയമം എന്ന് പറയുന്നത് മനുഷ്യനിലുള്ളതാണ്, ഇൻബോൺ ആണ് എന്നുള്ള രീതിയിൽ, അതായത് മനുഷ്യനിലുള്ളിൽ തന്നെ നിയമം ഉണ്ട് എന്നൊരു വിഭാഗക്കാർ പറയുന്നു. ചില വിഭാഗക്കാർ പറയുന്നു അങ്ങനെയല്ല, അത് പിന്നെ എന്താണ്, മനുഷ്യനാൽ നിർമ്മിതമായ നിയമങ്ങളാണ്. ചിലർ പറയുന്നു ഡിവൈനാണ്, അതായത് ദൈവനിർമ്മിതമാണെന്ന് പറയുന്നു. അങ്ങനെ നിയമത്തിൻ്റെ പല ഏരിയാസും പല ആളുകളും എന്ത് ചെയ്യുന്നു, പല വ്യൂ പോയിന്റ്സ് പറയുന്നു. അതോടൊപ്പം തന്നെ ചില ആളുകൾ പറയുന്നു ഇത് സുപ്രീം കമാൻഡാണ്, സോവറിൻ്റെ ഒരു സുപ്രീം കമാൻഡാണ്. ജൂറിസ്പ്രുഡൻസ് പലതരത്തിലുണ്ട്, പർട്ടിക്കുലർ, ജനറൽ എന്നൊക്കെ പറഞ്ഞ് പലതരത്തിൽ തിരിച്ചിട്ടുണ്ടെന്ന് ചില ആളുകൾ അഭിപ്രായപ്പെടുന്നു. അപ്പം ഈ ഓരോ ആളുകളും ഇതിനെ സപ്പോർട്ട് ചെയ്യും, അതുപോലെ തന്നെ പിന്താങ്ങും, ചിലർ പിന്താങ്ങും, ചിലർ എതിർക്കും. അപ്പോൾ ഈ സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന ഒരു പഠനശാഖയെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരെയും അതുപോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാതെ ഒപ്പോസ് ചെയ്ത ആൾക്കാരെയും കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു സംഗതിയാണ് സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ്. പലതരത്തിലുള്ള സ്കൂളുകൾ നമ്മൾ ഡെപ്തിലേക്ക് പോകും കേട്ടോ. ഇപ്പം ഞാൻ സിലബസ് അതിലേക്ക് ഒന്ന് പറയുന്നതേ ഉള്ളൂ. പിന്നെ തിയറീസ് ഓഫ് ജസ്റ്റിസ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലോ ആൻഡ് മൊറാലിറ്റി. ലോയും മൊറാലിറ്റിയും തമ്മിലുള്ള ബന്ധമാണ്. കാരണം നമ്മളുടെ ഈ ലോ എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയാം, ഇതൊരു സൊസൈറ്റി ഓറിയൻറ്റഡ് ആണ്, സൊസൈറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. നമ്മൾ സൊസൈറ്റിയുമായിട്ട് ഏറ്റവും കണക്ട് ചെയ്തുകൊണ്ടുള്ളൊരു വിഷയമാണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ സൊസൈറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഈ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ മൊറാലിറ്റിക്ക് ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പം ലോയും മൊറാലിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്? പിന്നെ സോഴ്സസ് ഓഫ് ലോ, ഈ നിയമം എങ്ങനെയുണ്ടായി? അപ്പം നിയമത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു പഠനശാഖയാണല്ലോ ജൂറിസ്പ്രുഡൻസ്. അതിൽ സ്വാഭാവികമായിട്ട് ചോദിക്കും ഈ നിയമം എങ്ങനെയാണ് ഉണ്ടായത്, നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഈ നിയമവ്യവസ്ഥകൾ എവിടെ നിന്നും ഉണ്ടായി? അപ്പോൾ അതിൽ പറയുന്നുണ്ട് നമ്മൾ കുറേ നാൾ ഒരു കസ്റ്റം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നിയമമാവും. പിന്നെ പ്രീസിഡൻറ്റ്, പ്രീവിയസ് ആയിട്ടുള്ള ഡിസിഷൻ. എന്താണ് പ്രീസിഡൻറ്റ്? പ്രീവിയസ് ഡിസിഷൻ ആണ്, പാസ്റ്റ് ഡിസിഷൻ ആണ്. ഈ പാസ്റ്റ് ഡിസിഷൻ ഒരു പ്രീസിഡന്റ് അതൊരു നിയമം ഉണ്ടാകാൻ കാരണമാകും. കാരണം മുൻപുണ്ടായ ഒരു ഡിസിഷൻ ഇപ്പോഴേക്ക് എടുത്തു നോക്കുമ്പോഴത്തേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമ തർക്കം വരുമ്പോൾ ഈ ഡിസിഷൻ ഇതിൽ ആപ്ലിക്കബിൾ ആകും എന്ന് പറയുന്നതിനാണ് പ്രീസിഡന്റ് എന്ന് പറയുക. പിന്നെ ഇന്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് ട്രീറ്റീസ്. നമുക്കറിയാമല്ലോ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തു നിന്നും ബോറോ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പല പ്രധാനപ്പെട്ട ഭാഗങ്ങളും, ഈവൻ ഫണ്ടമെന്റൽ റൈറ്റ്സും ഡ്യൂട്ടീസും ഒക്കെ ഉൾപ്പെടെ, ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഉൾപ്പെടെ പലയിടത്തു നിന്നും ബോറോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്റർനാഷണൽ ലെവലിലേക്ക് നമ്മുടെ കുറേ കൺവെൻഷൻസ് ഉണ്ട് നമുക്ക് അല്ലേ, കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയുണ്ട്. അതുപോലെ തന്നെ പല സബ്ജക്റ്റ് മാറ്ററിൽ കൺവെൻഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കൺവെൻഷനുകളിലെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഇന്ത്യ അംഗമായി കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇന്ത്യ അതിൽ സിഗ്നേറ്ററി ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രാഷ്ട്രത്തിന് ആ കൺവെൻഷൻ്റെ ഭാഗമായിട്ടുള്ള നിയമങ്ങളെ അഡോപ്റ്റ് ചെയ്യാനും അത് ഇനാക്ട് ചെയ്യാനും നമ്മുടെ സ്റ്റേറ്റിനുണ്ട്, അതിനുള്ള അധികാരമൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ കൺവെൻഷൻസ് എന്താണ്, ട്രീറ്റീസ് എന്താണ് അല്ലേ, നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിൽ മറ്റുള്ള രാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ. പിന്നെ ഡോക്ട്രിൻ ഓഫ് സ്റ്റെയർ ഡിസീസസ് അല്ലേ, ഡിസൈസിസ്, ഡോക്ട്രിൻ ഓഫ് സ്റ്റെയർ ഡിസൈസിസ് എന്ന് പറഞ്ഞിട്ട് എന്താണ് അത്, ആ ഡോക്ട്രിൻ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? റേഷ്യോ ഡിസിഡൻറ്റി. എന്താണ് റേഷ്യോ ഡിസിഡൻറ്റി? റീസൺ ഫോർ ദി ഡിസിഷൻ അല്ലേ. നമ്മൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ എന്തായിരുന്നു എന്ന് പറയുന്നു. ഒബിറ്റർ ഡിക്റ്റ എന്ന് പറയുന്ന റൂളിങ്സ്, അതിൻ്റെയൊക്കെ ഞാനൊരു പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. അപ്പം നമുക്ക് കൂടുതലായിട്ട് അപ്പോൾ ഡിസ്കസ് ചെയ്യാം. പിന്നെ പ്രോപ്പർട്ടി, പിന്നെ എന്താണ് ഓവർ റൂളിങ്, ഡിസിഷൻസ് ഓവർ റൂൾ ചെയ്യുന്നത് പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗ് ആണോ, അതായത് നമ്മൾ മുൻകാല പ്രാബല്യത്തിലാണോ പിൻകാല പ്രാബല്യത്തിലാണോ. പിന്നെ എലമെൻറ്റ്സ് ഓഫ് ലോ, എന്താണ് ലോയുടെ എലമെൻറ്റ്സ്, ലീഗൽ റൈറ്റ് എന്താണ്, ഡ്യൂട്ടി എന്താണ്, ലയബിലിറ്റി അല്ലേ. നമുക്ക് ഒരുപാട് ലീഗൽ റൈറ്റ്, നമ്മളുടെ റൈറ്റ് മറ്റൊരാൾ ആ സമയത്ത് നമുക്കൊരു റൈറ്റ് ഉള്ളപ്പോൾ ആ റൈറ്റിനെ സംരക്ഷിക്കേണ്ടത് മറ്റൊരാളുടെ ഡ്യൂട്ടിയാണ് അല്ലേ. ലയബിലിറ്റി, പിന്നെ
പിന്നെ ഓണർഷിപ്പ്, പൊസഷൻ, ടൈറ്റിൽ, പിന്നെ യൂട്ടിലിറ്റേറിയൻ തിയറി, ബെന്താമിൻ്റെ തിയറിയാണ്, തിയറി ഓഫ് പ്ലഷർ അല്ലേ. പ്ലഷർ എന്ന് പറയുന്നത് അത് മാക്സിമം ഹാപ്പിനെസ് ടു മാക്സിമം പീപ്പിൾ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്, യൂട്ടിലിറ്റേറിയൻ തിയറി ഉണ്ട്. ഒരു ലെജിസ്ലേഷൻ്റെ ജനറൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, സ്റ്റാറ്റ്യൂട്ടിൻ്റെ കൺസ്ട്രക്ഷൻ ഞാൻ പറഞ്ഞില്ലേ, ഗ്രാമാറ്റിക്കൽ റൂള്, ഏതൊക്കെ രീതിയിലാണ് ഒരു സ്റ്റാറ്റ്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യേണ്ടുന്നത്. നമ്മളൊരു നിയമം ഉണ്ടാക്കി, ആ നിയമത്തിലെ ഇപ്പോൾ ലേബർ ലോ ആണ്, നമ്മളൊരു ലേബർ ലോ ഏറ്റവും ബെനിഫിഷ്യൽ ലെജിസ്ലേഷനാണ്. നമുക്ക് സോഷ്യൽ വെൽഫെയറിനെ പ്രൊമോട്ട് ചെയ്യുന്ന, സോഷ്യൽ സെക്യൂരിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നിയമനിർമ്മാണമാണ് നമ്മുടെ തൊഴിൽ നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ തൊഴിൽ നിയമങ്ങൾ ഏറ്റവും ബെനിഫിഷ്യലായിട്ട് സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റിന് ആനുപാതികമായിട്ട് നിർമ്മിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സോഷ്യൽ സെക്യൂരിറ്റിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങളാണ്. അപ്പോൾ അതിൽ ബെനിഫിഷ്യൽ കൺസ്ട്രക്ഷൻ ഉണ്ട്, അതായത് ആളുകൾക്ക് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലായിരിക്കണം, അവർക്ക് പ്രയോജനകരമായ രീതിയിലായിരിക്കണം അതിനെ കൺസ്ട്രക്ട് ചെയ്യേണ്ടുന്നത്. ആ ഭാഗം പറയുന്നു. പിന്നെ കോണ്ടെക്സ്റ്റൽ ഇൻ്റർപ്രിട്ടേഷൻ, ഹിസ്റ്റോറിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ, പിന്നെ പാരി മെറ്റീരിയ അല്ലേ, പാരി മെറ്റീരിയ അത് ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും കേട്ടോ. പിന്നെ ബോണം പാർട്ടം, സ്ട്രിക്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ, ഇതൊക്കെ നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ്റെ പലതരത്തിലുള്ള ഒരു അവസ്ഥാന്തരങ്ങളിലേക്കാണ് പോകുന്നത്. കാരണം ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഒരു വളരെ നല്ലൊരു സബ്ജക്റ്റാണ്, വളരെ നല്ലതും വളരെ നമ്മൾ ലോ പഠിക്കുന്നവർ ഏറ്റവും നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന സബ്ജക്റ്റാണ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്. അപ്പം നമ്മുടെ ക്ലാസ്സുകളെന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിലായിരിക്കും. അതായത് നിങ്ങൾ ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എക്സാം ക്വാളിഫൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുറേ അറിവുകൾ സമ്പാദിക്കുക എന്നുള്ളതാണ്. നമ്മൾ നിയമത്തിൻ്റെ ഫീൽഡിൽ ഇപ്പോഴും നിയമം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരാൾക്കും പഠിച്ചു തീർത്തുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, 100% അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം പുതിയ ജഡ്ജ്മെൻറ്റ്സ്, പുതിയ റൂളിങ്സ്, അതിനോടൊപ്പം തന്നെ പുതിയ നിയമത്തിലുള്ള ഗവേഷണങ്ങൾ, ഇതൊക്കെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കംപ്ലീറ്റ് നമുക്ക് ലോ ഒരാൾ പഠിച്ചു തീർത്തു എന്ന് പറയാൻ കഴിയില്ല. അതിങ്ങനെ ഒരു വലിയൊരു പ്രോസസ്സാണ്, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ ഏൺ ചെയ്യുക എന്നുള്ളതാണ്, മാക്സിമം അറിവ് ഗെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ലോയെ സംബന്ധിച്ച് ഒരു നിയമം പഠിക്കുന്ന അല്ലെങ്കിൽ നിയമത്തിൽ തൽപരനായ അല്ലെങ്കിൽ ഒരു നിയമത്തിൽ ബിരുദമുള്ള ഒരു വ്യക്തിക്ക് എപ്പോഴും പ്രയോജനപ്പെടുന്ന, അതായത് ഒരു എക്സാമിന് മാത്രമല്ല എപ്പോഴും ലൈഫിലുടനീളം ആ നിയമവുമായി ബന്ധപ്പെട്ട ആ ഒരു ലോങ് ലൈഫിൽ ഉടനീളം ഉപകാരപ്പെടുന്ന ഒരു ഏരിയയാണ് ഈ ഫസ്റ്റ് മൊഡ്യൂൾ. നിങ്ങൾക്കത് മനസ്സിലായല്ലോ, കാരണം നിയമത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. ഒരു നിയമത്തിൻ്റെ എമർജൻസി പറയുന്നുണ്ട്, ആ നിയമം എങ്ങനെ ഉണ്ടായി. അപ്പോൾ ഈ ജൂറിസ്പ്രുഡൻസും ഇൻ്റർപ്രിട്ടേഷനും പഠിച്ചു കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് അത്യാവശ്യം മറ്റുള്ള വിഷയങ്ങളിലേക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും. കാരണം ആ ഒരു നിയമം പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നത് ജൂറിസ്പ്രുഡൻസും ഇൻ്റർപ്രിട്ടേഷനും പഠിച്ചു കഴിയുമ്പോഴാണ്. ഈ ഒരു ജൂറിസ്പ്രുഡൻസും ഇൻ്റർപ്രിട്ടേഷനും അറിയാത്ത ഒരു വ്യക്തി കംപ്ലീറ്റ്ലി അയാൾക്ക് ലോ മുന്നോട്ട് പഠിച്ചു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരു ലിങ്ക് കിട്ടത്തില്ല, എവിടെയാണ് എന്താണ് ഇതിൻ്റെ ഒരു എല്ലാ തരത്തിലുള്ള പ്രോസസ്സും, എല്ലാ തരത്തിലുള്ള ഒരു നിയമത്തെ സംബന്ധിച്ച കംപ്ലീറ്റ് അറിവും നേടേണ്ടുന്നത് പ്രധാനപ്പെട്ട ഈ 2 സബ്ജക്റ്റിലാണ്. ഒന്ന് ഇൻ്റർപ്രിട്ടേഷൻ, ഒന്ന് ജൂറിസ്പ്രുഡൻസും. അതാണ് ഫസ്റ്റ് മൊഡ്യൂൾ. നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ, 20 മാർക്സ് ആണ് പറയുന്നത്. 20 മാർക്സ്, ഇത് നമുക്ക് 10 മാർക്കാണ് ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത് ജൂറിസ്പ്രുഡൻസ്. സെക്കൻഡ് പോർഷൻ 20 മാർക്സ് ആണ്. ഈ 20 മാർക്സ് എന്ന് പറയുന്നത് ഒരു ഭീകര സിലബസ് ആണ്. കാരണം 20 മാർക്കിൻ്റെ ഇതെന്നുള്ളപ്പോൾ നമുക്ക് അത്രയും പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടുന്ന ഒരു ഏരിയയാണ്. അതിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ബേസിക് സ്ട്രക്ചറിലുള്ള പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ആദ്യത്തെ ഒരു പോർഷനിൽ തന്നെ പറയുന്നുണ്ട്. ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഗവൺമെൻറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, യൂണിയൻ എക്സിക്യൂട്ടീവ്, പിന്നെ നമ്മുടെ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്, പിന്നെ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും എങ്ങനെ പ്രവർത്തിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അല്ലേ, CAG, അറ്റോർണി ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ, പിന്നെ ഇലക്ഷൻ കമ്മീഷൻ അല്ലേ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുണ്ട്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുണ്ട്, UPSC പറയുന്നുണ്ട്, പിന്നെ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ, അതിനോടൊപ്പം തന്നെ പലതരത്തിലുള്ള ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഏതാണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ, ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിൾ ഇതൊക്കെയാണെന്നുള്ള സിമ്പിൾ ചോദ്യങ്ങളായിരിക്കില്ല വരുന്നത്. നമുക്ക് അസേർഷൻ, റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം. കാരണം ഏതൊക്കെ ഈ ലിസ്റ്റുകളുമായിട്ട് ലിങ്ക് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്.
അപ്പം നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ കമ്മീഷൻസ്, പിന്നെ അവരുടെ നാഷണൽ ലെവലും സ്റ്റേറ്റ് ലെവലും ഉള്ള കമ്മീഷൻസ്, ട്രൈബ്സിൻ്റെ കമ്മീഷൻ, പിന്നെ ബാക്ക്വേർഡ് ക്ലാസസിന് വേണ്ടിയിട്ടുള്ള കമ്മീഷൻ ഏതാണ്, അതിൻ്റെ ആർട്ടിക്കിൾ റിലേറ്റഡ് ആയിട്ട് വരും. പിന്നെ ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ലേ, നമുക്കിപ്പം ഇപ്പോൾ കറണ്ട് ഡെവലപ്മെൻറ്റ് നടന്നിട്ടുള്ളത് ഉൾപ്പെടെ ഈ ലാംഗ്വേജിൻ്റെ ഭാഗത്തിൽ ചോദിക്കാം. അത് ഏത് സ്കെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അല്ലേ, ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ കൊള്ളാവുന്നതാണ് ഇത്. പിന്നെ ഹൈക്കോർട്ട്, നമ്മുടെ കോടതിയുടെ സ്ട്രക്ചർ, ഈ സുപ്രീം കോർട്ട്, സ്പെഷ്യൽ ഡയറക്റ്റീവ് റിലേറ്റിംഗ് ടു ലാംഗ്വേജ് അല്ലേ, വീണ്ടും ലാംഗ്വേജിനെ കുറിച്ച് വീണ്ടും ചോദിച്ചിരിക്കുന്നു. അതൊരു പ്രധാന ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. LSTD, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, LSTD-ൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, നമുക്കതിൽ പഞ്ചായത്ത് രാജ് ആക്ട് അല്ലേ, പഞ്ചായത്ത് രാജ് ആക്ട് എത്ര ഭേദഗതി, അതൊക്കെ നമുക്ക് അതിനകത്ത് കൊള്ളാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അതിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട അമെൻമെൻറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് പറയുന്നുണ്ട്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ 42ാമത്തെ അമെൻമെൻറ്റ്, പിന്നെ അതിൽ പഞ്ചായത്ത് രാജിൻ്റെ ഇത് പറയുന്നുണ്ട്. പിന്നെ GSTയുടെ പറയുന്നുണ്ട്. എക്കണോമിക് EWS കമ്മ്യൂണിറ്റിക്ക് റിസർവേഷൻ കൊടുത്തു അല്ലേ, 10%. അത് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ്? ആ അമെൻമെൻറ്റ് ഇപ്പം നമ്മൾ പണ്ടൊക്കെ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഏതാണ്, ഏത് ആർട്ടിക്കിൾ പറയുന്നു. ഇപ്പം അങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട, കാരണം ആ സ്ട്രക്ചറിൽ ഒരുപാട് മാറ്റമുണ്ട്. കാരണം ഇപ്പോൾ കൂടുതൽ ആളുകൾ, കോമ്പറ്റീഷൻ കൂടുതലായതുകൊണ്ട് തന്നെ, കൂടുതൽ ആളുകൾ എക്സാം എഴുതുന്നതുകൊണ്ട് തന്നെ എന്താണ്, അവർക്കൊരു PSCക്ക് കൃത്യമായിട്ടൊരു പോയിന്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലേ, ഒരു ലോജിക്കൽ റീസണിങ് മാത്രമല്ല, ഒരു ഉദ്യോഗാർത്ഥിയെ എടുക്കുമ്പോഴത്തേക്കും അവരുടെ ഒരു ധാരണ എന്ന് പറയുന്നത് കുറച്ച് ലോജിക്കൽ റീസണിങ് ഉണ്ടോ, നിയമത്തിൽ എന്താണ് ലീഗൽ റീസണിങ്ങും കൂടെ അവർ പരിശോധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്കങ്ങ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ബേസിക് സ്ട്രക്ചർ, നമുക്ക് റിട്ട് ജൂറിസ്ഡിക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. റിട്ടുകൾ അല്ലേ, നമ്മൾ റിട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമുക്ക് ഭരണഘടനാപരമായിട്ട് കിട്ടുന്ന അവകാശമാണ് റിട്ട്. റിട്ട് എന്താണ്? റിട്ട് ഒരു ഓർഡറാണ്, സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ ഓർഡറാണ്. ഒരു വ്യക്തിയുടെ മൗലികാവകാശം ലംഘിച്ചാൽ മാത്രമാണോ റിട്ട് പോവുക? ഏത് പ്രകാരം? ആർട്ടിക്കിൾ 32 പ്രകാരം മൗലികാവകാശ ലംഘനത്തിന് മാത്രമേ പോകത്തുള്ളൂ. പക്ഷെ ആർട്ടിക്കിൾ 226 എന്ന് പറഞ്ഞ ഒന്നുണ്ട്, അത് വൈഡറാണ്. ആർട്ടിക്കിൾ 32-നേക്കാളും വൈഡറാണ്. ഹൈക്കോടതി റിട്ട് പോകുന്നതാണ് ആർട്ടിക്കിൾ 226. എന്താണ് ആർട്ടിക്കിൾ 226-ൻ്റെ പ്രത്യേകത? ആർട്ടിക്കിൾ 226-ൽ നമുക്കൊരു വ്യക്തിക്ക് മൗലികാവകാശ ലംഘനത്തിന് മാത്രമല്ല, ഒരാളുടെ നിയമപരമായ അവകാശം ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോവാം? നമുക്ക് ഹൈക്കോർട്ടിലേക്ക് റിട്ടിന് മൂവ് ചെയ്യാം. റിട്ട് 5 തരത്തിലാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ റിട്ടാ? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോ വാറന്റോ. ഈ 5 റിട്ടും നമ്മൾ പഠിക്കും. അത് 5 റിട്ടിൻ്റെയും പ്രത്യേകതകൾ ഏതൊക്കെ തരത്തിലാണ്, അത് ഏത് രീതിയിലേക്കാണ് ആ റിട്ടിൻ്റെ, ഇതെല്ലാം നമ്മൾ ക്ലാസ്സുകളിൽ ഈ ഒരു ഭാഗങ്ങളിലേക്ക് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോകും കേട്ടോ. ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് അത് ക്ലാസ്സുകളിലേക്കാണ്, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത് ക്ലാസ്സുകളിലേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും ബാക്കിയുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. ക്ലാസ്സിൽ ഇതിൻ്റെ എല്ലാം നമുക്ക് ഷോർട്ടായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലേക്കുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഈ റിട്ടിൻ്റെ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു റീസണിങ് ക്വസ്റ്റ്യൻ വരുവാണ്. അപ്പോൾ റിട്ടിൽ ചോദിക്കുക ആർട്ടിക്കിൾ 32 ആണോ ആർട്ടിക്കിൾ 226 ആണോ വൈഡർ എന്നുള്ള ഒരു റീസണിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ നമുക്കറിയാം അസേർഷൻ റീസണിങ് ടൈപ്പ് എയും ആറും ഇട്ട് തരും അല്ലേ, A ഫോർ അസേർഷൻ, R ഫോർ റീസണിങ്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. ബോത്ത് A ആൻഡ് R ആർ ട്രൂ, അല്ലെങ്കിൽ ഓൺലി R ഈസ് ട്രൂ, A ഈസ് റോങ് എന്നുള്ള രീതിയിലേക്ക് 4 ഓപ്ഷൻസും സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ 226 ആണോ 32 ആണോ വലുതെന്ന് പറയുമ്പോൾ നമുക്കറിയാം 226 ഹൈക്കോടതി പോകുന്നതാണ്, 32 നമുക്ക് സുപ്രീം കോടതി പോകാനുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 32 സുപ്രീം കോടതി പോകുന്നതായതുകൊണ്ട്, സുപ്രീം കോർട്ട് അപ്പെക്സ് കോർട്ടാണ്, നമ്മുടെ പരമോന്നത നീതിപീഠമാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും 32 അല്ലേ വലുത്, കാരണം നമുക്ക് എവിടെ പോകാനുള്ളതാണ്, സുപ്രീം കോടതി പോകാനുള്ള റിട്ടല്ലേ വലുത്, സുപ്രീം കോടതിയല്ലേ വലിയ കോടതി എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും. അത് ശരിയാണ്. പക്ഷേ ആർട്ടിക്കിൾ 32-നേക്കാളും വൈഡർ ആർട്ടിക്കിൾ 226 ആണ്. കാരണം ആർട്ടിക്കിൾ 32-ൽ ഓൺലി ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്താൽ മാത്രമേ കിട്ടൂ 32. പക്ഷേ 226 അങ്ങനെയല്ല. നമുക്കൊരു ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 226 32 എന്തിനോടൊപ്പം കിട്ടും? മൗലികാവകാശ ലംഘനത്തിനോടൊപ്പം നമ്മുടെ ഒരു നിയമപരമായ അവകാശം ലംഘിക്കപ്പെട്ടാലും കൂടെ നമുക്ക് 226 പ്രകാരം ഹൈക്കോടതി പോവാം. അപ്പോൾ ഇത് അറിയാവുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ നമുക്ക് ഈ എക്സാം
ഇതിലൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. ഇതുപോലെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. കാരണം മൈന്യൂട്ടായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഭാഗങ്ങളുണ്ടാവും, അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് വരും. അപ്പം നമ്മൾ ഫാൽക്കൺ PSC എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രീതിയിലുള്ള ഒരു ക്ലാസ്, അതായത് നമ്മൾ പെട്ടെന്ന് വിട്ടുപോകുന്ന ഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഭാഗങ്ങളുണ്ട്, അവിടുന്ന് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് നിങ്ങളെ ഇതിലേക്ക് എത്തിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ അത് ഇപ്പം ഞാനത് പറഞ്ഞു, റിട്ടിൻ്റെ ഭാഗം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. നമ്മൾ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാറ്ററിൽ സഫീഷ്യൻ്റ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഒരാളുടെ ഒരു പ്രശ്നത്തിന്മേൽ ഒരാളുടെയോ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു പൊതു പ്രശ്നത്തിലോ ഒക്കെ ഡയറക്റ്റ്ലി നമുക്ക് ബില്ല് ഫയൽ ചെയ്യാനായിട്ട് കഴിയും. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ അതിനൊരു പ്രത്യേകതയുണ്ട്. ആ മാറ്ററിന്മേൽ ആ വ്യക്തിക്ക് ഒരു സഫീഷ്യൻ്റ് ഇൻട്രസ്റ്റ് ഉണ്ടാവണം. ബില്ല് ഫയൽ ചെയ്ത് പോയ എത്രയോ കേസുകളിൽ ഇപ്പോൾ നമുക്കതിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആയിരുന്നു. കാരണം ഒരു വിശാഖ എന്ന് പറയുന്ന ഒരു അസോസിയേഷനാണ്, ഒരു NGO ആയിരുന്നു അത്. അപ്പോൾ ആ NGO ആണ് ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിനെതിരെ, ആ ഒരു വർക്ക് പ്ലേസിലുണ്ടാകുന്ന സെക്ഷൽ ഹറാസ്മെൻറ്റിനെതിരെ ബില്ല് ഫയൽ ചെയ്യുകയും അങ്ങനെ നമ്മുടെ അപ്പെക്സ് കോർട്ടിൽ നിന്ന് തന്നെ അതിനുള്ള വിധി, കുറേയധികം ഡയറക്ഷൻസ് തന്നു. അതിൻ്റെ പ്രകാരം നമുക്കൊരു നിയമം ഉണ്ടായി. ഏതാണ്? 2013 പോഷ് ആക്ട് എന്ന് പറയുന്നെങ്കിലും സെക്ഷൽ പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ ഓഫ് സെക്ഷൽ ഹറാസ്മെൻറ്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് എന്നും പറഞ്ഞ് 2013 ഒരു നിയമം വന്നു. ആ നിയമപ്രകാരം ഇപ്പം 2 കമ്മിറ്റിയൊക്കെ ഉണ്ട്. നമ്മൾ ഈ പോഷ് ആക്ട് നമ്മൾ ലേബർ ലോയിൽ കാര്യമായിട്ട് പഠിക്കാനുമുണ്ട്. സെക്ഷൽ ഹറാസ്മെൻറ്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞ് ലീഗൽ അസിസ്റ്റൻറ്റിൻ്റെ സിലബസിൽ തന്നെ അങ്ങനെ ഒരു സബ്ജക്റ്റും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു സിലബസിൽ ഒരു മൊഡ്യൂളായിട്ട് തന്നിട്ടുണ്ട് ലേബർ ലോവിൻ്റെ ഭാഗത്ത്. ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് നമ്മൾ ക്ലാസ്സുകളിൽ, ഞാൻ ഇപ്പോൾ അത് ചുരുക്കി പറയുന്നത് കൊണ്ടാട്ടോ, നമ്മൾ ക്ലാസ്സുകളിൽ അത് കൂടുതലായിട്ട് പറയും, അതുകൊണ്ടാണ് വൈഡായിട്ട് പറയാത്തത്. പിന്നെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, നമുക്ക് ഒരു നിയമത്തിൽ കോൺസ്റ്റിറ്റ്യൂഷന് എതിരായിട്ടൊരു നിയമം നിൽക്കില്ല, അത് കോടതിക്ക് ചെക്ക് ചെയ്യാം അത് പ്രോപ്പറാണോ എന്ന്. അപ്പം ജുഡീഷ്യൽ റിവ്യൂ പ്രകാരമാണ് അത് ചെക്ക് ചെയ്യുന്നത്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആൻഡ് ബേസിക് സ്ട്രക്ചർ അല്ലേ, നമ്മളിപ്പോൾ ഒരുപാട് കേസുകൾ, കേശവാനന്ദ ഭാരതി, ഗോലക്നാഥ്, ഇതിലൊക്കെ നമുക്ക് ഈ ഒരു ഭാഗങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ സ്കോപ്പ് ആൻഡ് എവല്യൂഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ, ഇവിടെ തൊട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ലോ സ്റ്റാർട്ട് ചെയ്യുക. അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ സ്കോപ്പ് ആൻഡ് എവല്യൂഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ലോവിൻ്റെ സ്കോപ്പും എവല്യൂഷനുമാണ് പറയണത്. പിന്നെ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ, നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സിക്യൂട്ടീവിനുള്ള അധികാരങ്ങൾ എന്തൊക്കെയാണെന്നും എക്സിക്യൂട്ടീവ് ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്നും പറഞ്ഞില്ലേ. 3 പാർട്ടാണ്, 3 പില്ലേഴ്സാണ് നമ്മുടെ സ്റ്റേറ്റിനുള്ളത്: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഈ ഭാഗം നന്നായിട്ട് ഉറയ്ക്കണം മനസ്സിൽ. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, ഈ 3 ഭാഗവും. അപ്പോൾ ഈ 3 ഭാഗം പറയുമ്പോഴത്തേക്ക് നമുക്ക് കുറേ ഇതിൽ തിയറീസൊക്കെ പറയാനുണ്ട്. തിയറീസും കാര്യങ്ങളും നമുക്ക് ഫോറിൻ തിയറീസൊക്കെ പറയാനുണ്ട്. മൊണ്ടസ്ക്യൂവിൻ്റെ സെപ്പറേഷൻ ഓഫ് പവർ എന്നൊക്കെ. മൊണ്ടസ്ക്യൂ പറയുന്നത് പവർ സെപ്പറേറ്റ് ചെയ്യണമെന്നാണ്. ഇങ്ങനെ ഇവർ തമ്മിലൊരു ബന്ധമില്ലാതെ സെപ്പറേറ്റ് ചെയ്ത് എക്സിക്യൂട്ടീവിൻ്റെ ജോലി മാത്രം, ജുഡീഷ്യറി, ലെജിസ്ലേച്ചറായിട്ട് തന്നെ നിൽക്കണം. ഈ ഒരു അവസ്ഥയിലേക്കാണ്. പവർ സെപ്പറേഷനെ കുറിച്ചാണ്, സെപ്പറേഷൻ ഓഫ് പവർ, മൊണ്ടസ്ക്യൂ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്പിരിറ്റ് ഓഫ് ദി ലോ എന്നൊക്കെ പറഞ്ഞൊരു ബുക്കുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് പറയുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് ലോൻ്റെ ഭാഗങ്ങൾ പറയുന്നു. പിന്നെ അതുപോലെ തന്നെ അഡ്ജുഡിക്കേഷൻ, നാച്ചുറൽ ജസ്റ്റിസ് അല്ലേ. നമ്മളിപ്പോൾ എന്ത് കാര്യത്തിലൊരു തീരുമാനം എടുത്താലും 2 കോൺട്രാഡിക്ഷൻ ഇതിൽ വന്നു, ഒരു കോൺട്രാഡിക്ഷൻ വന്നു, പാർട്ടീസ് 2 പേര് വന്നു, അവരെ നമ്മൾ കേൾക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കണം? ഓഡി ആൾട്രം പാർട്ടം നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാ. ഹിയർ ദി അതർ സൈഡ്, 2 പേരെയും കേട്ടിരിക്കണം അല്ലേ. 2 പേരെയും കേട്ട് മാത്രം തീരുമാനം എടുക്കണം. അല്ലാണ്ട് ഒരു പാർട്ടിക്ക് മാത്രമായിട്ട് അനുകൂലമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പാടുണ്ടോ? ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. 2 സൈഡും ഹിയർ ദി അതർ സൈഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഹിയർ ദി അതർ സൈഡ്. പിന്നെ അതുപോലെ തന്നെ റൂൾ അഗെയിൻസ്റ്റ് ബയാസ് അല്ലേ. നമ്മൾ ബയാസ്ഡ് ആയിട്ടൊരു തീരുമാനം എടുക്കാൻ പാടില്ല അല്ലേ. നമ്മൾ ഒരാളോടുള്ള ഒരു സാമ്പത്തികപരമായിട്ട് താല്പര്യം തോന്നിക്കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഒരു തീരുമാനം എടുത്തു കൊടുക്കാം, അത് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ബന്ധുവാണ്, അതുകൊണ്ട് ഞാൻ അവർക്ക് അനുകൂലമായിട്ടൊരു തീരുമാനം എടുത്തു കൊടുക്കാം, അതൊന്നും പാടില്ല. ബയാസ് എന്ന് പറഞ്ഞൊരു സംഭവം പാടില്ല. പിന്നെ എന്തായിരുന്നു ഇതിൻ്റെ റീസൺ? നമ്മൾ ഈ
തീരുമാനമെടുത്തതിൻ്റെ കാരണം എന്തായിരുന്നു, അത് കൃത്യമായിട്ട് റേഷ്യോ ഡെസിഡൻറ്റി അതിൻ്റെ റേഷ്യോ എന്തായിരുന്നു എന്നുള്ളതൊക്കെ കാണിക്കണം. ഇതൊക്കെ നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിളിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് വളരെയധികം നമ്മുടെ ഭരണഘടനയിൽ നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു സംഭവം നാച്ചുറൽ ജസ്റ്റിസ് ഇവിടെ തൊട്ട് ഇവിടെ വരെ ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ ഒരു പോർഷനൊന്നും നമുക്ക് ഭരണഘടനയിൽ ഇല്ല. പക്ഷെ നമ്മളിത് പലയിടത്തു നിന്നും കടം കൊണ്ട ഒരു കോൺസെപ്റ്റാണ്, പല കോമൺ ലോ പ്രിൻസിപ്പിളുകളിൽ നിന്നും അഡോപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ നമ്മുടെ നിയമമൊക്കെ റൺ ചെയ്തു പോകുന്നത് ഈ നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിളിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ്. കാരണം ഇല്ലെങ്കിൽ നിയമത്തിന് നിലനിൽപ്പില്ല. കാരണം നമ്മളിപ്പോൾ ഒരു വ്യക്തിയാധിഷ്ഠിതം മാത്രമല്ലല്ലോ, സമൂഹത്തെയും കൂടെ അധിഷ്ഠിതമായിട്ടുള്ളതാണ് നമ്മുടെ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമൂഹത്തിന് ഫുള്ള് അനുകൂലമായിട്ടുള്ളതായിരിക്കണം അത്, അല്ലേ? ഇല്ലെങ്കിൽ അതുകൊണ്ട് പിന്നെ പ്രയോജനമില്ല. അപ്പോൾ നാച്ചുറൽ ജസ്റ്റിസ്, പിന്നെ നമ്മൾ നാച്ചുറൽ ജസ്റ്റിസിൻ്റെ ഭാഗം ഡിസ്കസ് ചെയ്തു. പോസ്റ്റ് ഡിസിഷണൽ ഹിയറിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ സ്റ്റാറ്റ്യൂട്ടറി റെമഡീസ്, പിന്നെ പ്രിവിലേജസ് ആൻഡ് ഇമ്മ്യൂണിറ്റീസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, മാൽ അഡ്മിനിസ്ട്രേഷൻ. അതായത് ഈ എക്സിക്യൂട്ടീവ് അവരുടെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ അവർ ഏത് രീതിയിലായിരിക്കണം ആ ജോലി ചെയ്യേണ്ടുന്നത്. അവിടെ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞ എക്സിക്യൂട്ടീവിന് കൊടുക്കുന്ന ഒരു ഡ്യൂട്ടി ഉണ്ട്, അല്ലേ? അവർ നിയമം നിർമ്മിക്കാറുണ്ട്, ബൈലോസ് നിർമ്മിക്കാറുണ്ട്, റൂൾസ് നിർമ്മിക്കാറുണ്ട്, ഓർഡേഴ്സ് നിർമ്മിക്കാറുണ്ട്. ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് പ്രോപ്പറായിട്ടാണോ, എക്സിക്യൂട്ടീവിൻ്റെ ഘടന പ്രോപ്പറാണോ എന്നൊക്കെ നോക്കുന്ന ഒരു ഭാഗമാണ്. പിന്നെന്താണ് നോക്കിക്കോളൂ, നമ്മളുടെ രണ്ട് ആക്ട് നമ്മളിതിൽ പറയുന്നുണ്ട്. കേരള സ്റ്റേറ്റ് റൈറ്റ് ടു സർവീസ് ആക്ട്, അല്ലേ? കേരള സ്റ്റേറ്റ് റൈറ്റ് ടു സർവീസ് ആക്ട്, പിന്നെ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് 1985 എന്ന് പറഞ്ഞ രണ്ട് ആക്ട്. ഇതൊക്കെ നമ്മൾ ഇതൊക്കെ മൈനർ ആക്ടുകളാണ്. ആ ആക്ടിനെ കുറിച്ചൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ആക്ടിൻ്റെ ഒരുപാട് വൈഡായിട്ട് നമുക്കത് പോകേണ്ടത് ആവശ്യമില്ല. അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ സാധാരണഗതിയിൽ പഠിക്കാനെടുക്കുമ്പോൾ എന്താണ്, ഒരു ബെയർ ആക്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം എടുത്ത് നമ്മുടെ കയ്യിൽ വെക്കും. എന്നിട്ട് ആ ബെയർ ആക്ട് മുഴുവനായിട്ടും നമ്മൾ വായിക്കും. പക്ഷെ ആ ബെയർ ആക്ട് മുഴുവനായിട്ട് വായിക്കേണ്ട സാഹചര്യത്തിനപ്പുറം നമുക്കതിൽ നിന്നും വരാവുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ്, നമ്മൾ സാധാരണഗതിയിൽ ചോദിച്ച് കാണാവുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ്? ആ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ഡിറ്റക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ ബെയർ ആക്ട് പഠിക്കുന്നത് കൊണ്ട് ഗുണമാണ്. ആ രീതിയിലാണ് ഫാൽക്കൺ PSC നമ്മുടെ ക്ലാസ്സുകൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. കാരണം ആ ബെയർ ആക്ടിൽ നിന്നും ആ ഭാഗം ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ. കാരണം അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ആ ബെയർ ആക്ടിൻ്റെ സെക്ഷൻ ഏതാണ്, അതിൻ്റെ കണ്ടന്റ് ഏതാണെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ ക്ലാസ്സുകൾ സ്ട്രക്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടില്ലേ, രണ്ടാമത്തെ മൊഡ്യൂളിൻ്റെ ഫുൾ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഏത് രീതിയിലായിരിക്കും വരിക എന്ന്. നമുക്കിനി മൊഡ്യൂൾ 3 നമ്മൾ കടക്കാൻ പോകുന്നത്. മേജർ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ലോസ്, ക്രിമിനൽ, അതായത് നമ്മളുടെ ഭാരതീയ ന്യായ സംഹിത, അതോടൊപ്പം തന്നെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. നമുക്കറിയാവുന്ന നിയമങ്ങളാണ്, അല്ലേ? പക്ഷേ പുതുതായിട്ട് വന്ന കുറേ ചേഞ്ചസ്, ക്ലാസിക്കൽ ചേഞ്ചസ് ഉണ്ട്, ഭയങ്കര മാറ്റങ്ങളുണ്ട്. BNSSലൊക്കെ നല്ല മാറ്റങ്ങളുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം പണ്ടുണ്ടായിരുന്ന CRPC റിപ്പീൽ ചെയ്ത് പോയിട്ടാണ് BNSS വന്നത്, IPC റിപ്പീൽ ചെയ്ത് BNS വന്നു. അപ്പോൾ ഈ നിയമങ്ങളിൽ കാര്യമായിട്ടുണ്ടായ മാറ്റങ്ങൾ, അപ്പോൾ അതിൻ്റെ ബേസിസ് ഒക്കെയാണ് നല്ല രീതിയിൽ ആ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള എല്ലാ ഇതുമുണ്ട്. കണ്ടില്ലേ നിങ്ങൾ, അതിൻ്റെ പണിഷ്മെൻറ്റ്, പുതിയ ഒഫൻസസ് കുറേയധികം നമുക്ക് കമ്മ്യൂണിറ്റി പണിഷ്മെൻറ്റ് പോലത്തെ കാര്യങ്ങൾ, അല്ലേ? നമുക്ക് പുതിയ ഓഫൻസ് BNSൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെ ലിമിറ്റാണ്, ഏതൊക്കെ ഓഫൻസിനാണ് കമ്മ്യൂണിറ്റി പണിഷ്മെൻറ്റ് കൊടുക്കുക, ഏതൊക്കെ കമ്മ്യൂണിറ്റി സർവീസ് ഏതൊക്കെ ഇതിനാണ് കൊടുക്കുക, ഏതൊക്കെ ഓഫൻസിന് കൊടുക്കാൻ കഴിയും, അതിൻ്റെ ലിമിറ്റ് എന്താണ്, ഓഫൻസസിൻ്റെ ലിമിറ്റ് എന്താണ്, കമ്മ്യൂണിറ്റി സർവീസസ് കൊടുക്കാനുള്ള ഓഫൻസസിൻ്റെ ലിമിറ്റ് എന്താണ്, ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ധാരാളമായി നമുക്ക് ചോദിച്ചു കാണാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നോക്കാം. കണ്ടില്ലേ, ഗ്രാമന്യായാലയ ആക്ട് പറയുന്നുണ്ട്, പിന്നെ ലോ ഓഫ് ലിമിറ്റേഷൻ ആക്ട്, അതുപോലെ തന്നെ സ്പെസിഫിക് റിലീഫ് ആക്ട്. ഇതൊക്കെ മൈനർ ആക്ടുകളാണ്. നമുക്കൊരു കുറച്ച് സമയം കൊണ്ട് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഭാരതീയ സാക്ഷി അധിനിയം കണ്ടില്ലേ നിങ്ങൾ, ഭാരതീയ സാക്ഷി അധിനിയം അതായത് BSA, നമുക്ക് എവിഡൻസ് ആക്ട് റിപ്പീൽ ചെയ്ത് പോയിട്ട് വന്ന നിയമമാണ്. അപ്പോൾ അതിനകത്ത് ഡോക്ട്രിൻ ഓഫ് റെസ്ഗസ്റ്റ് എന്താണ്, പ്രിപ്പറേഷൻ, ഒരു ക്രൈം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൽ എവിഡൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കോടതിക്ക് ആവശ്യമായ എവിഡൻസുകൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ സ്റ്റെപ്പിലൂടെയാണ് അത് സ്വീകരിക്കുക, പിന്നെ വിറ്റ്നസിൻ്റെ ക്രെഡിബിലിറ്റി ചെക്ക് ചെയ്യുന്ന രീതികൾ, അല്ലേ? പിന്നെ പ്രത്യേകമായിട്ടുള്ള ജഡ്ജസിന് ഡിസ്ക്രിഷണറി പവർ ഉണ്ട്, അതൊക്കെ എക്സർസൈസ് ചെയ്യുന്നത് നമുക്ക് ബെയർ ആക്ട് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ ക്രിസ്പി ആയിട്ട് അതിനകത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കൃത്യമായി
കൃത്യമായി മനസ്സിലാക്കി പഠിക്കാവുന്നതാണ്. പിന്നെ ലോ ഓഫ് പ്രോപ്പർട്ടിയാണ്, അത് മൊഡ്യൂൾ 6 ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ലോ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്, അതിനോടൊപ്പം തന്നെ നമുക്ക് ഈസ്മെൻറ്റ് ആക്ടിൻ്റെ പ്രൊവിഷൻസും കൂടെ പഠിക്കാനായിട്ട് തന്നിട്ടുണ്ട്. ഈസ്മെൻറ്റ് ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഏരിയയും കൂടെ നമുക്ക് അതിനകത്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും വളരെ എളുപ്പമുള്ള സിലബസ് ആണ്. പക്ഷേ ഡോക്ട്രിൻ ഓഫ് ഇലക്ഷൻ അതിനകത്ത് കുറച്ച് അപ്രൊബേറ്റ് ആൻഡ് റിപ്രൊബേറ്റ് ഇതൊക്കെ പറയുമ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻസിലൂടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, പിന്നെ ലോ റിലേറ്റിംഗ് ടു ലാൻഡ് ആൻഡ് എൻവയോൺമെൻറ്റും ലാൻഡുമായിട്ട് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഈ ഭാഗത്ത് നമുക്ക് ബിൽഡിംഗ് റിലീസ് ആൻഡ് റെൻറ്റ് കൺട്രോൾ ആക്ട്, BRC ആക്ട് അല്ലേ, അത് നമുക്ക് കേരള ഓറിയൻറ്റഡ് 1965 നമ്മുടെ കേരള ലെജിസ്ലേഷനാണ്. അപ്പോൾ അതിനകത്ത് ടെനൻ്റ് ആരാണ്, ടെനൻറ്റിൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, ലാൻഡ് ലോഡ് ആരാണ്, ബെനിഫിഷ്യൽ കൺസ്ട്രക്ഷൻ ആണോ, ഇതൊക്കെ പഠിക്കുന്ന ഒരു നിയമമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സിലബസിൻ്റെ അതിനോടൊപ്പം തന്നെ മോർട്ട്ഗേജ്, ലീസ് അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ട്രാൻസ്ഫർ, എക്സ്ചേഞ്ച്, പലതരത്തിലുള്ള ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൻ്റെ ജനറൽ ട്രാൻസ്ഫറും അതിൻ്റെ സ്പെസിഫിക് ഏരിയയും കോൺട്രാക്ട് ആക്ട് പഠിക്കുന്ന പോലെ തന്നെ. പിന്നെ അതുപോലെ പാർട്ട് പെർഫോമൻസ് കേട്ടിട്ടില്ലേ, 53A ഓഫ് ദി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് അല്ലേ, നമ്മൾ 1882 വന്നൊരു നിയമമാണ് ഇത്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്, കോൺട്രാക്ട് ആക്ട്, ഇതൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമങ്ങളാണ്. ഇത് ക്വസ്റ്റ്യൻസിൽ നമുക്ക് ക്വസ്റ്റ്യൻ ടഫ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇടുന്ന ഏരിയാസ് ആണ്. ഓക്കെ, പിന്നെ ലോ റിലേറ്റിംഗ് ടു ലാൻഡ് ആൻഡ് എൻവയോൺമെൻറ്റ് നമ്മൾ നോക്കി. ലേബർ ലോയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്, പ്രധാനപ്പെട്ട ആക്റ്റുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ട്രേഡ് യൂണിയൻ ആക്ട് പറയുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പറയുന്നുണ്ട്, പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് പറയുന്നുണ്ട്. കുറേ നമ്മളുടെ ലേബർ ലോസുമായിട്ട് ബന്ധപ്പെട്ട, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ബെനിഫിഷ്യൽ കൺസ്ട്രക്ഷനാണ് നമുക്ക് ലേബർ ലോനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ ഈ ബെനിഫിഷ്യൽ കൺസ്ട്രക്ഷൻ ഏരിയയിലുള്ള കുറേ അധികം നിയമങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ലേബർ ലോസ് ഏതൊക്കെയാണ്, മിനിമം വേജസ് ആക്ട്, മിനിമം അവർക്ക് വർക്ക്മെൻ്റെ കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ടോ, അപ്പോൾ എല്ലാ ആക്റ്റുകളും ഒന്നും ലേബർ ലോയുമായിട്ട് ബന്ധപ്പെട്ടില്ല. സെക്ഷൽ ഹറാസ്മെൻറ്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് ആക്ട് ഞാൻ പറഞ്ഞു, നമുക്ക് വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു കേസ് ലോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വിശാഖ എന്ന് പറയുന്ന കേസ് ഉണ്ടാകുന്നതിന് അടിസ്ഥാനം ഈ സെക്ഷൽ ഹറാസ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ആക്ട് ആണ്. ഈ വിശാഖ കേസിൻ്റെ അതിൻ്റെ ഒരു ബാക്ക് ബോണിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു ആക്ട് രൂപപ്പെട്ടത്. ഏത്, നമ്മുടെ പോഷ് ആക്ട് രൂപപ്പെട്ടത് 2013 വന്നത് ഈ കേസ് ലോയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇങ്ങനെ നിരവധിയായിട്ടുള്ള, പിന്നെ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നോക്കിക്കോളൂ നിങ്ങൾ, കണ്ടില്ലേ, ഇൻഷുറൻസ്, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്. അപ്പോൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എംപ്ലോയീസിൻ്റെ അവർക്ക് വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നമുക്കൊരു ലേബർ കോഡിൻ്റെ കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ക്ലാസ്സുകളിലേക്ക് കടക്കുമ്പോൾ കൃത്യമായിട്ട് ആ ലേബർ കോഡിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കി തരുന്നതാണ്. പിന്നെ മൊഡ്യൂൾ 9 എന്ന് പറയുന്നത് സ്പീഡി ജസ്റ്റിസ്, ലീഗൽ എയ്ഡ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷനാണ്. അപ്പോൾ നമുക്കറിയാം കുറച്ച് അവർക്ക് സ്പീഡി ആയിട്ട് ജസ്റ്റിസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആക്റ്റുകൾ അല്ലേ. നമുക്ക് ആർട്ടിക്കിൾ 39A ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്, ഫ്രീ ലീഗൽ എയ്ഡ് ടു ദി പുവർ അല്ലേ. അത് ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കുക, സാധാരണ ആളുകൾക്ക് ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കുക, അവർക്ക് ഒരു പൊതു ഓഫീസിനെയോ അല്ലെങ്കിൽ ഒരു പൊതു സ്ഥലത്തെയോ ഒക്കെ അഭിമുഖീകരിക്കേണ്ടെന്ന ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ടുള്ള നിയമസഹായങ്ങൾ കൊടുക്കേണ്ട ആവശ്യകതകളുണ്ട്. അപ്പോൾ ഏതൊക്കെ സംവിധാനങ്ങളിലൂടെ കൊടുക്കാൻ കഴിയും നമുക്ക്? ഈ ആർട്ടിക്കിൾ 39A അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അറിയാം, അതൊരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു നിയമം വന്നിട്ടുണ്ട്, ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് 1987. അപ്പോൾ അത് പറയുന്നുണ്ട്. SC/ST പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ആക്ട് ഉണ്ട്. പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പറയുന്നുണ്ട്. ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ആക്ട്, നമുക്കിപ്പോൾ BNS വന്നപ്പോഴത്തേക്കും അതിൽ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു പദം കൂടെ ചേർക്കപ്പെട്ടിട്ടുണ്ട്. BNSൻ്റെ പിന്നെ അതിൽ ജെൻഡർ എന്ന് പറയുന്നിടത്ത് ട്രാൻസ്ജെൻഡറും കൂടെ ചേർക്കപ്പെട്ടിട്ടുണ്ട്. BNSൽ IPCയിൽ ഉണ്ടായിരുന്നില്ല, പുതിയ മാറ്റമാണ്. മാത്രമല്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ, അവരുടെ ഒരു ബില്ലുണ്ട്, ആ ബില്ലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പിന്നെ അതൊരു ആക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് എന്ന് പറയുന്നൊരു ആക്ട് ഉണ്ട്. പിന്നെ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ആക്ട്, പിന്നെ പോക്സോ ആക്ട് പറയുന്നുണ്ട് അല്ലേ. ഇതൊക്കെ ഈ സ്പീഡി ജസ്റ്റിസ് ടു ലീഗൽ എയ്ഡ് പ്രൊട്ടക്ഷൻ വൾണറബിൾ സെക്ഷൻ. അപ്പോൾ അതിൽ ആരൊക്കെയാണോ വൾണറബിൾ സെക്ഷൻ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. മൊഡ്യൂൾ 9 ശ്രദ്ധിക്കണം, 10 മാർക്കിൻ്റെ ഏരിയയാണ്. മൊഡ്യൂൾ 10
5 മാർക്കിൻ്റെ ഏരിയയാണ്. പബ്ലിക് ഇൻ്റർനാഷണൽ ലോ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്, നമ്മുടെ നമ്മുടെ പബ്ലിക് ഇൻ്റർനാഷണൽ ലോയുടെ ഒറിജിനും അതിൻ്റെ സോഴ്സസും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. UDHR നമുക്കല്ലേ, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങളുടെ ഒരു ഏരിയ, അപ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ഇതെല്ലാം ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നു. ഇത് 5 മാർക്കിൻ്റെ ഏരിയയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് സിലബസ് ഡിസ്കസ് ചെയ്യുമ്പോൾ 20 മാർക്കിൻ്റെ ഏരിയ കാണാൻ കഴിയും, 10 മാർക്കിൻ്റെ ഏരിയ കാണാൻ കഴിയും, 5 മാർക്കിൻ്റെ ഏരിയ കാണാൻ കഴിയും, അല്ലേ? അപ്പോൾ ഇങ്ങനെ തട്ടുതട്ടായിട്ടാണ് നമ്മുടെ സിലബസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഏറ്റവും ഇതിൻ്റെ ഒരു സിലബസ് എന്ന് പറയുന്നത് ഈ ധാരാളം നിയമങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ എത്രമാത്രം നിയമങ്ങളെ അതിൽ ഉൾക്കൊള്ളിക്കാമോ അത്രയും നിയമങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ലോങ് സിലബസ് ആണിത്. അപ്പോൾ ഈ ലോങ് സിലബസ് ഏറ്റവും ക്രിസ്പി ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഫാൽക്കൺ PSC നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്ന ആശയം എന്ന് പറയുന്നത്. അത് നമ്മൾ സിലബസ് വിട്ടുപോകാതെ, ഒരു ഭാഗവും വിട്ടുപോകാതെ പഠിക്കണം, അല്ലേ? ക്രിസ്പി ആയിട്ട് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൊഡ്യൂളിങ് എടുത്തിട്ട് അതിൻ്റെ ഏതെങ്കിലുമൊക്കെ പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല, അല്ലേ? നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമാണ്, നമുക്കൊന്നും അതിൽ കൂടുതൽ ചെയ്യാനില്ല. കൃത്യമായ ഓപ്ഷൻസ് മാർക്ക് ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ക്ലാസ്സുകൾ മാക്സിമം നിങ്ങളിത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു കർത്തവ്യം. അപ്പം നമ്മൾ അതിനു വേണ്ടി പൂർണ്ണമായിട്ടുള്ള പിന്തുണയും സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവും. നമുക്ക് ഈ ഒരു ഈ ഒരു അറ്റൈൻ ചെയ്തേ പറ്റൂ, നമുക്ക് നേടിയെടുത്തേ പറ്റൂ എന്ന് പറയില്ലേ, ആ ഒരു വാശിയോടുകൂടി നമുക്ക് പഠിക്കാം. അപ്പോൾ സിലബസ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇത് ഒത്തിരി പ്രാധാന്യമുള്ളതാണ്. പുതിയ കുറേ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലറിയാവുന്ന കുറേ കാര്യങ്ങളെ പുതുക്കിയെടുത്തിട്ടുണ്ടാവാം. ഇത്രയും ഭാഗങ്ങളും നമുക്ക് പഠിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത് സിലബസിൻ്റെ ഒരു ഡിസ്കഷൻ ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. നമുക്കിനി ഒരു ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഭാഗങ്ങളിലേക്കൊന്ന് പോവാം. ഈ സിലബസ് ഇത്രയും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നും കൂടെ പറഞ്ഞുതരാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ശ്രദ്ധിച്ചേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഫ്ലക്റ്റ് മോസ്റ്റ് ആക്യുറേറ്റ്ലി വാട്ട് ആൻ ഒബിറ്റർ ഡിക്റ്റം. കണ്ടില്ലേ, ഒബിറ്റർ ഡിക്റ്റം നമ്മൾ പഠിക്കുന്ന ഒബിറ്റർ ഡിക്റ്റം, ഈ ഒരു വാക്കിൻ്റെ അർത്ഥമാണ് നമ്മളിതിൽ ആദ്യം നമുക്ക് അറിയേണ്ടത്. ഒബിറ്റർ ഡിക്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ജഡ്ജ്മെൻറ്റ്സ് എഴുതാറുണ്ട്, അല്ലേ? ജഡ്ജ്മെൻറ്റ്സിൽ അവർ വളരെ പ്രധാനപ്പെട്ട ഒരു കോർ ഏരിയയെക്കുറിച്ച്, അതായത് ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്ന് പറയുന്ന കേസിൽ അതൊരു ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റ് വർക്ക് പ്ലേസിൽ ഒരു സ്ത്രീക്കുണ്ടായ അവസ്ഥയെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് സുപ്രീം കോടതി കുറച്ച് ഗൈഡ് ലൈൻ പറഞ്ഞു. ഒരു എംപ്ലോയർ ഒരു എംപ്ലോയിയുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ ഇത്ര മാർഗങ്ങൾ സ്വീകരിച്ചിരിക്കണം. കൃത്യമായിട്ട് എല്ലാ ഇതിലും എംപ്ലോയർ ചെയ്യേണ്ടുന്ന കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്, തൻ്റെ എംപ്ലോയിയോട് ചെയ്യേണ്ടുന്ന ഡ്യൂട്ടീസ് ഉണ്ട്, അതൊക്കെ പരിപാലിച്ചിരിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് കുറച്ച് ഡയറക്ഷൻസ് തന്നു. അത് വർക്ക് പ്ലേസിൽ ഇങ്ങനെ വർക്ക് പ്ലേസ് സേഫ്റ്റി എൻഷുർ ചെയ്യണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജോലി ചെയ്യുന്ന സ്ഥലം എന്നുള്ളത് നമുക്ക് എന്തുപോലെ ആയിരിക്കണം, നമുക്ക് ഹോം പോലെ ആയിരിക്കണം. കാരണം നമ്മൾ ഏറ്റവും അവിടെ സേഫ് ആയിരിക്കണം, യാതൊരു തരത്തിലുള്ള അറ്റാക്കും അവിടെ ഉണ്ടാകാൻ പാടില്ല. അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും കൂടെ ആ ഒരു ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ അതിൽ ഡിസ്കസ് ചെയ്തു. അത് സെക്ഷൽ ഹറാസ്മെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഒരു ജഡ്ജ്മെൻറ്റിൽ ആ മാറ്ററിനെ സംബന്ധിച്ച് ആ മാറ്ററിനെ ഒരുപാട് ബാധിക്കാത്ത കുറേ കാര്യങ്ങളും കൂടി ഡിസ്കസ് ചെയ്യും. അതായത് ആ ഒരു കോർ ഏരിയയെക്കുറിച്ച് അല്ലാതെയുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും, അല്ലേ? കോമൺ ആയിട്ട് ഇപ്പോൾ പിന്നെ സെക്ഷൽ ഹറാസ്മെൻറ്റ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. അതേമാതിരി കുറച്ച് അപ്രധാനമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, എന്നാലും
അല്ലാതെയുള്ള വ്യൂ പോയിന്റ്സ് ജഡ്ജസിൻ്റെ അല്ലെങ്കിൽ ഒരു പൊതു വിഷയത്തെക്കുറിച്ചുള്ള കുറച്ച് പരാമർശങ്ങളും കൂടെ അതിനകത്തുണ്ടാവും അല്ലേ. അത് ജഡ്ജ്മെൻറ്റിനെ പൂർണ്ണമായിട്ട് അതെല്ലാവരും അനുസരിക്കണമെന്നോ അത് ബാധിക്കണമെന്നോ ആയിരിക്കില്ല അതിൻ്റെ അർത്ഥം. പക്ഷേ പൊതുവിഷയത്തെക്കുറിച്ച് നമുക്ക് ഒരു പൊതുവിഷയത്തെക്കുറിച്ചൊരു അഭിപ്രായം പറയാം. അതുപോലെ അദ്ദേഹത്തിൻ്റെതായ പൊതുവിഷയത്തെക്കുറിച്ചുള്ളൊരു ഒപ്പീനിയനും കൂടെ ഏതിനകത്തുണ്ടാവും, ഒരു ജഡ്ജ്മെൻറ്റിലുണ്ടാവും. നമ്മൾ ഇങ്ങനെയുള്ള റെഫറൻസിനെയാണ് ഒബിറ്റർ ഡിക്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. നമ്മൾ ആ റെഫറൻസിനെ, ആ കൃത്യമായ റെഫറൻസിനെയാണ് ഒബിറ്റർ ഡിക്റ്റം എന്ന് പറയുന്നത്. ഡിക്റ്റം എന്ന് വെച്ചാൽ എന്താ, അതൊരു റിലേറ്റഡ് ഇഷ്യൂ ആണ്. റിലേറ്റഡ് ഇഷ്യൂവിനെയാണ് നമ്മൾ ഡിക്റ്റം എന്ന് പറയുന്നത്. ഈ ഡിക്റ്റത്തിൻ്റെ മീനിങ് എന്ന് പറയുന്നത് റിലേറ്റഡ് ഇഷ്യൂ എന്നാണ്. അതായത് റെഫറൻസ് ടു എ റിലേറ്റഡ് ഇഷ്യൂ, റിലേറ്റഡ് ഇഷ്യൂവിനെ കുറിച്ചുള്ള ഒരു റെഫറൻസിനെ നമ്മൾ ഒബിറ്റർ ഡിക്റ്റം എന്ന് പറയുന്നു. അത് ഒരു ലീഗൽ പ്രീസിഡൻ്റ് ആകില്ല. അതായത് ഇപ്പോൾ നിയമപരമായിട്ട് നമ്മളിപ്പോൾ ഒരു ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രീസിഡൻ്റ് ആണല്ലോ. ആ പ്രീസിഡൻ്റ് പിന്നെയുള്ള വിധിന്യായങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. കാരണം അതൊരു പ്രീവിയസ് ഡിസിഷനായിട്ട് നിൽക്കുവാണ്. അത് പിന്നെയുള്ള കറസ്പോണ്ടിങ് മാറ്ററുകളിൽ ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ ഒബിറ്റർ ഡിക്റ്റം എന്ന് പറയുന്ന സംഗതി നമ്മളൊരു പ്രീവിയസ് ഡിസിഷൻ അല്ലെങ്കിൽ ഒരു പ്രീസിഡൻ്റായിട്ട് നിലനിൽക്കുന്നതല്ല. മനസ്സിലായല്ലോ. അതൊരു പ്രീസിഡൻ്റ് അല്ല. അത് ആ വിഷയത്തെക്കുറിച്ചുള്ള ഒരു റെഫറൻസ് ടു ദി സബ്ജക്റ്റ് മാറ്റർ മാത്രമാണ് ഒബിറ്റർ ഡിക്റ്റം. ഇത്രയും നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. ഓപ്ഷനിലേക്ക് വന്നേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഫ്ലക്ട് മോസ്റ്റ് ആക്യുറേറ്റ്ലി ഒബിറ്റർ ഡിക്റ്റം ഈസ്. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾ നോക്കിയേ. ഫൈനൽ ജഡ്ജ്മെൻറ്റിൻ്റെ കേസ് ഇതാണോ? ഞാനിപ്പോൾ ഈ പറഞ്ഞ ആശയം വെച്ച് നിങ്ങളൊന്ന് നോക്കിയേ. ഫൈനൽ ജഡ്ജ്മെൻറ്റിൻ്റെ കേസ് അല്ല. നമ്മളിത് പറഞ്ഞു, ഇതൊരു റെഫറൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റാണ് അല്ലേ. ഈ ഓപ്ഷൻ ഇത് തെറ്റുത്തരമാണ്. ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ ഡിസെൻഡിങ് ജഡ്ജ് അതാണോ? അതും അല്ല. പിന്നെ എ പാസിംഗ് കമൻറ്റ് ഓൺ എ റിലേറ്റഡ് ഇഷ്യൂ, ഇതിവിടെ നിൽക്കട്ടെ. ഇത് നമുക്ക് ഏകദേശം നമ്മൾ പറഞ്ഞ മാറ്ററുമായിട്ട് ഏകദേശം എന്നല്ല, ഈ ഉത്തരം ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. ഈ ഉത്തരം ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ അടുത്ത ഓപ്ഷനും കൂടെ നോക്കണം. ആ അടുത്ത ഓപ്ഷനിൽ എന്താണ് പറയുന്നത്? കുറച്ച് ബെറ്റർ ആൻസർ ഉണ്ടെങ്കിലോ. ദ മെയിൻ റീസണിങ് ത്രൂ വിച്ച് ദി ജഡ്ജ് റീച്ച്ഡ് ദെയർ ഡിസിഷൻ ആണോ? അല്ല. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി. എന്താണ് ഓപ്ഷൻ സി എന്ന് പറയുന്നത്? ഓപ്ഷൻ സി എന്ന് പറയുന്നത് എന്താണ്? എ പാസിംഗ് കമൻറ്റ് ഓൺ എ റിലേറ്റഡ് ഇഷ്യൂ, അതായത് ഒരു റിലേറ്റഡ് മാറ്റർ. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം നമ്മൾ പഠിച്ചു അല്ലേ. ഡിക്റ്റം എന്താ? റിലേറ്റഡ് ഇഷ്യൂ ആണ്. ഇതൊക്കെ ലാറ്റിൻ ടേംസാണ്. നമുക്ക് ഈ ടേംസിൻ്റെ ഒന്നും അർത്ഥം അറിയണമെന്നില്ല. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട്ബുക്കിൽ ഇപ്പോൾ ക്ലാസ് കേട്ടപ്പോൾ ഡിക്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റഡ് ഇഷ്യൂ ആണെന്നൊരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇതൊരു റിലേറ്റഡ് ലീഗൽ ഇഷ്യൂ ആണെന്നും അതൊരു പാസിംഗ് കമൻ്റ് ആണെന്നും മനസ്സിലാവും. മനസ്സിലായല്ലോ. ഇതിനെയാണ് നമ്മൾ ഒബിറ്റർ ഡിക്റ്റം എന്ന് പറയുക. ഒബിറ്റർ ഡിക്റ്റം ആക്ച്വലി മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇത് മെയിൻ കോർ മാറ്റർ ഒന്നും അല്ല. പക്ഷേ ആ ഒരു റിലേറ്റഡ് ഇഷ്യൂവിനെ കുറിച്ചിട്ടുള്ള ഒരു കണ്ടെത്തലോ ഒക്കെയാണ്. പക്ഷെ അതൊരു പ്രീസിഡൻറ്റിൻ്റെ ഭാഗമാവില്ല. ഈ ക്വസ്റ്റ്യൻ നമ്പർ 1 ക്ലിയർ ആണല്ലോ. നമ്മൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ. ഇതുപോലുള്ള പ്രത്യേകതരമായ കോൺസെപ്റ്റുകൾ എടുത്തുകൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മളിതിപ്പം ഇപ്പോൾ സിലബസ് മൊഡ്യൂൾ 1 എടുത്തു. മൊഡ്യൂൾ 1 എടുത്തിട്ട് ഇതിൽ ഇന്നത് പറയുന്നു, ഈ സിലബസിൽ ഇന്നത് പറയുന്നു എന്ന് മനസ്സിലാക്കി ആ ഒരു രീതിയിലേക്ക് പഠിക്കുന്നത് നമ്മൾ കുറേ നാളുകൾക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്യേണ്ടുന്ന സ്റ്റഡി ആയിരുന്നു അത്. പക്ഷേ അങ്ങനെ പഠിച്ചിരുന്നാൽ തന്നെ അത് എഫക്റ്റീവ് സ്റ്റഡിയാണെന്ന് കംപ്ലീറ്റ്ലി നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ്, ഒബ്ജക്റ്റീവ് ലെവൽ എക്സാമിനേഷനാണ്. ഈ ഒബ്ജക്റ്റീവ് ലെവൽ എക്സാമിനേഷന് ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്കാണ് വേണ്ടുന്നത്. കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്തിച്ചേരാനും അതിന് ഉത്തരം എഴുതാനും എങ്കിൽ കോൺസെപ്റ്റുകളും കൂടെ മനസ്സിലാക്കി പോകാൻ കഴിയണം. ഇപ്പോൾ ഒബിറ്റർ ഡിക്റ്റം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് ആ ഏരിയ പിടികിട്ടി. ഇങ്ങനെയുള്ളൊരു സ്റ്റഡിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, കണ്ടില്ലേ? The golden rule of statutory interpretation allows the courts to, എന്താണ് ഈ ഗോൾഡൻ റൂള്?
ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൂൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ പ്രധാനമായിട്ടും ഒരു കുറേ റൂൾസ് പറയുന്നുണ്ട്, കുറേ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷനും ഒക്കെ പറയുന്നുണ്ട്. നിങ്ങൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടുന്ന ഒരു 3 റൂള് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ തന്നെയാണ്, ഓർമ്മയിൽ നിന്ന് നമ്മളൊന്ന് പുതുക്കിയെടുത്താൽ മതി. ഓക്കെ, ഒന്ന് ആദ്യത്തെ റൂള് ലിറ്ററൽ റൂള്. 2 ഗോൾഡൻ റൂള്. 3 മിസ്ചീഫ് റൂള്. മനസ്സിലായല്ലോ? ഈ 3 റൂൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ. ഇപ്പം ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാനിത് പറഞ്ഞു പോവുക. ഇതിൻ്റെ വാസ്റ്റ് നമ്മൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം. ഇപ്പം എനിക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി, അതിലേക്ക് എത്താൻ വേണ്ടി ഞാൻ പറയുവാണേ. അപ്പോൾ ഇതിൽ നിങ്ങളൊന്ന് നോക്കിയേ, ഈ 3 റൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ. ഇതിൽ ലിറ്ററൽ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലിറ്ററൽ റൂൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ എന്താണോ ആ വേർഡിൻ്റെ ലിറ്ററൽ അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർപ്രിട്ടേഷൻ്റെ ആ ഒരു വ്യാഖ്യാനിക്കാനുള്ള നമ്മുടെ കയ്യിലുള്ള ലെജിസ്ലേഷൻ, ആ ലെജിസ്ലേഷൻ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പ്ലെയിൻ മീനിങ് അങ്ങ് പറഞ്ഞു പോവുക, ലിറ്ററലി പറഞ്ഞു പോവുക. നമുക്ക് ഇന്നതാണ് ഇതിൻ്റെ ലിറ്ററൽ സെൻസ്, ഇന്നതാണ് എന്ന് പറഞ്ഞു പോകുന്ന ഒരു കൺസെപ്റ്റ്. ഗോൾഡൻ റൂൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു മോഡിഫിക്കേഷനാണ്. അതായത് ലിറ്ററൽ റൂളിനപ്പുറം നമുക്കൊരു മോഡിഫിക്കേഷൻ വേണം. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ലിറ്ററൽ റൂളിനപ്പുറം നമുക്കൊരു ഈ പ്ലെയിൻ മീനിങ്ങിനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യണം. കാരണം അതിനകത്തൊരു റീസണിങ് കൂടെ നമുക്ക്, അതായത് നമുക്ക് ഈ പ്ലെയിൻ മീനിങ് നമ്മളൊന്ന് പറഞ്ഞു പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് കൃത്യമായിട്ടുള്ള അർത്ഥം അതിന് കിട്ടണമെന്നില്ല. നമുക്ക് കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തി കുറച്ചും കൂടെ കൃത്യമായ ഒരു കൺസ്ട്രക്ഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗോൾഡൻ റൂള് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? കാരണം നമ്മളിപ്പോൾ ലിറ്ററൽ റൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടത് അതിൻ്റെ പ്ലെയിൻ ലിറ്ററൽ മീനിങ് അങ്ങ് പറഞ്ഞു പോകുന്നു. ഗോൾഡൻ റൂള് ഒരിക്കലും ലിറ്ററൽ റൂളല്ല. കാരണം ലിറ്ററൽ റൂള് പ്ലെയിൻ മീനിങ് പറയുമ്പോൾ ഇതൊരു മോഡിഫിക്കേഷൻ ടു പ്ലെയിൻ ഇതാണ് പറയുന്നത്. അതായത് തീർത്തും അങ്ങ് പിന്നെ പ്ലെയിൻ മീനിങ് പറഞ്ഞു പോകത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു രണ്ടാമത്തെ ടൈപ്പ് ഓഫ് റൂളാണല്ലോ, അതിന് കുറച്ചും കൂടെ കൃത്യമായിട്ടുള്ള റിസൾട്ട് വേണം. മിസ്ചീഫ് റൂൾ എന്ന് പറയുന്ന 3ാമത്തെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് കടന്നുകൂടാതെ അതിനകത്ത് കറക്ഷൻ എന്താണോ അതിനെ ഒഴിവാക്കിക്കൊണ്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനെയാണ് മിസ്ചീഫ് റൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുക. ഇത്രയും, ഇതിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇത്രയും മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്കിനി പോവാം. ഗോൾഡൻ റൂൾ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഇൻ്റർപ്രിട്ടേഷൻ അലൗസ് ദി കോർട്ട് ടു, എന്താണ് അലൗ ചെയ്യുന്നത്? ഒന്നാമത്തെ നോക്കിയേ, ഗീവ് എഫക്റ്റ് ടു ദി ലിറ്ററൽ മീനിങ് ഓഫ് ദ സ്റ്റാറ്റ്യൂട്ട്. ഇതാണോ ഉത്തരം? അല്ല. ഇതിനെ എന്താ പറയുന്നത്? ഇതിനെ ലിറ്ററൽ റൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ എന്നാണ് പറയുന്നത്. ഇത് ഗോൾഡൻ റൂളിൽ വരത്തില്ല. അപ്പോൾ ഇത് തെറ്റുത്തരമാണ്. ഇത് തെറ്റുത്തരമാണ്. ബി, മോഡിഫൈ ദ പ്ലെയിൻ മീനിങ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി വേർഡ്സ് ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് അബ്സേർഡ് റിസൾട്ട്സ്. ഞാനിപ്പോൾ ഗോൾഡൻ റൂൾ എന്താണെന്ന് പറഞ്ഞതിൽ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞിരുന്നു, അതിൽ പ്ലെയിൻ മീനിങ് എന്ന് പറഞ്ഞൊരു വാക്കും പറഞ്ഞിരുന്നു. അപ്പോൾ ഏകദേശം ഈ ഉത്തരം ശരിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. നിൽക്കട്ടെ, നമുക്ക് ബാക്കി ഉത്തരത്തിലൂടെ പോവാം. ചൂസ് ദി മോസ്റ്റ് ജസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ, ഇഗ്നോർ ലെജിസ്ലേറ്റീവ് ഇൻറ്റൻറ്റ്. ഇത് രണ്ടും അല്ല. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അപ്പോൾ എന്താണ് ഗോൾഡൻ റൂൾ എന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ കഴിയൂ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മെക്കാനിസം നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. Okay. If a court is bound by the doctrine of stare decisis, the court is most likely to. അതായത് ഒരു കോടതി ഡോക്ട്രിൻ ഓഫ് സ്റ്റെയർ ഡിസൈസിസ് എന്ന് പറഞ്ഞ ഒരു ഡോക്ട്രിനിലേക്ക് ബൗണ്ട് ചെയ്ത് പോവുകയാണെങ്കിൽ കോടതി എന്ത് രീതിയായിരിക്കും സ്വീകരിക്കുക? അപ്പോൾ എന്താണ് ഈ സ്റ്റെയർ ഡിസൈസിസ്? നമുക്ക് ആദ്യം അത് മനസ്സിലാക്കണം, അല്ലേ? സ്റ്റെയർ ഡിസൈസിസ് എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് ബാക്കി നോക്കാൻ പറ്റൂ. ഈ ഒരു വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു സ്റ്റാൻഡ് വിത്ത്
തിങ്സ് ഡിസൈഡഡ്. ഓക്കെ, ഈ സ്റ്റെയർ ഡിസൈസിസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ടു സ്റ്റാൻഡ് വിത്ത് തിങ്സ് ഡിസൈഡഡ്, അതായത് ഡിസൈഡ് ചെയ്ത കാര്യങ്ങളുടെ കൂടെ നിൽക്കുക. ഇപ്പം നമ്മൾ പ്രീവിയസ് ഡിസിഷൻ പ്രീസിഡൻ്റ് എന്ന് വിളിക്കും. അതുപോലെ സ്റ്റെയർ ഡിസൈസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റേഷ്യോ ഡെസിഡൻറ്റിക്ക് റീസൺ ഫോർ ദി ഡിസിഷൻ എന്ന് പറയും. അതുപോലെ സ്റ്റെയർ ഡിസൈസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസൈഡ് ചെയ്ത കാര്യങ്ങളുടെ കൂടെ നിൽക്കുക. അതായത് ഇപ്പോൾ ഒരു ഡിസൈഡ് ചെയ്ത ഒരു ജഡ്ജ്മെൻ്റ് ആകാം, അല്ലെങ്കിൽ ഒരു മാറ്റർ, ഒരു ഫാക്റ്റിൻ ഇഷ്യൂ, ഫാക്റ്റിൻ ലോ ആവാം, അല്ലേ, ക്വസ്റ്റ്യൻ ഓഫ് ലോ ആകാം. ഈ ഡിസൈഡ് ചെയ്ത ക്വസ്റ്റ്യൻ ഓഫ് ലോയുടെ കൂടെ നമ്മൾ അതിൻ്റെ കൂടെ സ്റ്റാൻഡ് ചെയ്യുന്നു. സ്റ്റാൻഡ് വിത്ത് തിങ്സ് ഡിസൈഡഡ്. നമ്മളിപ്പോൾ പറയുന്നു വിശാഖയുടെ കേസിൽ നമുക്ക് പോഷ് ആക്ട് നിലവിൽ വന്നു. ഈ പോഷ് ആക്ടിനകത്ത് പറയുന്നുണ്ട് എന്താണ്, വർക്ക് പ്ലേസിൽ സെക്ഷൽ ഹറാസ്മെൻറ്റ് തടയണമെങ്കിൽ 2 കമ്മിറ്റി എല്ലാ വർക്ക് പ്ലേസിലും ഉണ്ടായിരിക്കണം. 2 കമ്മിറ്റി, അത് എല്ലാ 10 കൂടുതൽ ആളുകൾ അടങ്ങുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം, 10 അതിൽ കൂടുതലോ ആണെങ്കിൽ ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി ഉണ്ടാവണം. 10 കുറവാണെങ്കിൽ ലോക്കൽ കമ്മിറ്റിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ബോണസ് നോളജായിട്ട് പറയുവാണ്. നമുക്ക് ലേബർ ലോ പഠിക്കുമ്പോൾ അത് കാര്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, സെക്ഷൽ ഹറാസ്മെൻറ്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസിഷൻ വന്നു, ഈ ഡിസിഷൻ്റെ കൂടെ നമ്മൾ നിൽക്കണം, അല്ലേ, ടു സ്റ്റാൻഡ് വിത്ത് തിങ്സ് ഡിസൈഡഡ്. ഇതാണ് എന്ത് പറയണേ, ഡോക്ട്രിൻ ഓഫ് സ്റ്റെയർ ഡിസൈസിസ് പറയുന്നത്. ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിലേറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഏതാണെന്ന് നോക്കാം. നോക്കിയേ, ബി അലൗഡ് ടു ഡിസ്റിഗാർഡ് പ്രീസിഡൻസ് ടു റീച്ച് എ ജസ്റ്റ് ആൻഡ് ഡിസ്റിഗാർഡ്. നമുക്ക് ആവശ്യമില്ല, ഇത് തെറ്റുത്തരമാണ്. നമുക്ക് പ്രൈമ ഫേസിയെ മനസ്സിലായി, കാരണം നമ്മൾ സ്റ്റാൻഡ് വിത്ത് തിങ്സ് ഡിസൈഡഡ് ആണ്, അല്ലേ. അടുത്ത നോക്കിയേ, ബി ബൗണ്ട് ടു ഫോളോ ഇറ്റ്സ് ഓൺ പ്രീവിയസ് ഡിസിഷൻ. അപ്പോൾ അവിടെ ഒരു ബൗണ്ട് ടു ഫോളോ പ്രീവിയസ് ഡിസിഷൻ, അല്ലേ. ടു സ്റ്റാൻഡ് വിത്ത് ഇറ്റ്സ് ഓൺ ഡിസിഷൻ എന്നാണ് നമ്മൾ സ്റ്റെയർ ഡിസൈസിൽ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ ഇവിടെ നിൽക്കട്ടെ. അടുത്ത് നോക്കിയേ, ബി എൻകറേജ് ടു ഓവർടേൺ നമുക്കിത് വരത്തില്ല, അല്ലേ. ബി അലൗഡ് ടു പ്രയോറിറ്റൈസ് ഇൻ്റർനാഷണൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ടതേ അല്ല. ഞാൻ എലിമിനേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു. കോൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സ്റ്റെയർ ഡിസൈസിസ് എന്ന് പറഞ്ഞൊരു ഈ രീതിയിൽ വേണം നിങ്ങൾ എക്സാം ആൻസർ ചെയ്ത് നോക്കാനായിട്ട്. എങ്ങനെ, നിങ്ങൾ എക്സാമിനേഷൻ ഇരിക്കുമ്പോൾ ആൻസർ ചെയ്യാൻ ഈ ഒരു മെക്കാനിസമാണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് ഈ കോൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ പറ്റൂ. അപ്പോൾ ഈ കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ എത്തിക്കാനാണ് ഫാൽക്കൺ PSC ശ്രമിക്കുന്നത്. 100% ഗ്യാരണ്ടി ആയിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം മനസ്സിലായല്ലോ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഏത് രീതിയിലുള്ളൊരു സ്റ്റഡി മെക്കാനിസം ആണെന്നുള്ളത് നിങ്ങൾക്ക് പിടി കിട്ടിയല്ലോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഉത്തരം ബി ബൗണ്ട് ടു ഫോളോ ഇറ്റ്സ് ഓൺ പ്രീവിയസ് ഡിസിഷൻ. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് among the following legal system on the principle of precedence and the decision of higher court? അതെ, which among the following legal system relies on the, ഇതിൽ പറയുന്ന ചുവടെ പറയുന്നവയിൽ ഏത് ലീഗൽ സിസ്റ്റമാണ് പ്രിൻസിപ്പിൾ ഓഫ് പ്രീസിഡൻറ്റും ഹയർ കോടതിയുടെ ഡിസിഷനും എന്ത് ചെയ്യുന്നത്, റിലൈ ചെയ്യുന്നത്. അതായത് നമുക്കിപ്പം കസ്റ്റമറി ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഒരു കസ്റ്റം കുറേ നാൾ ഫോളോ ചെയ്യുമ്പോഴത്തേക്കും അതെന്താവും, ഓട്ടോമാറ്റിക്കലി അതൊരു നിയമപരമായിട്ട് മാറുമെന്നാണ് പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പോർച്ചുഗലിൻ്റെ ഒരു കേസുണ്ട്. അത് പോർച്ചുഗൽ കേസ് എന്ന് പറഞ്ഞ് അറിയപ്പെടാറുണ്ട്. അതിലൊരു ഇൻ്റർനാഷണൽ ലോയിൽ ലോ ഓഫ് കാരേജിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, റിലേറ്റിംഗ് ടു സീ ഒക്കെയാണത്. അപ്പോൾ പോർച്ചുഗലിൻ്റെ എന്താണ്, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കപ്പൽ ഇന്നൊരു അതിർത്തി ഇന്ന അതിർത്തി വന്ന് അവർ കൃത്യമായിട്ട് കച്ചവടം നടത്തി പോരുന്നു. അപ്പോൾ അതൊരു പാർട്ട് ഓഫ് കസ്റ്റമായി മാറി. അതൊരു പോർച്ചുഗൽ കേസ് എന്ന് പറഞ്ഞൊരു കേസിലോ, ഞാൻ ഇൻഡെപ്തിലേക്ക് പോകുന്നില്ല, അതൊരു കസ്റ്റമറി ലോയുടെ ഭാഗമാണ്. പിന്നെ ഇൻ്റർനാഷണൽ ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അത് ഇൻ്റർനാഷണൽ പ്രിൻസിപ്പിൾസ്, ഇൻ്റർനാഷണൽ ലെവലിലുള്ള സ്റ്റേറ്റ് പാർട്ടീസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ലോയാണ് ഇൻ്റർനാഷണൽ ലോ എന്ന് പറയുന്നത്,
അല്ലേ? നമ്മൾ ഇൻഡിവിജ്വൽസിനെ അല്ല അതിൽ റെഗുലേറ്റ് ചെയ്യുന്നത്. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ലോ, നമുക്കറിയാം നമ്മുടെ സ്റ്റാറ്റ്യൂട്ടുകൾ അല്ലേ, നമുക്ക് CRPC, IPC ഇതെല്ലാം നമ്മുടെ സ്റ്റാറ്റ്യൂട്ടുകളാണ് അല്ലേ? പ്രത്യേകമായിട്ട് ഒരു വിഷയത്തെ നിയന്ത്രിക്കാനുള്ള നിയമങ്ങൾ. നമുക്ക് സ്പെസിഫിക് റിലീഫ് ആക്ട്, ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ട് അല്ലേ? CRPC എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു കോഡാണ്. പിന്നെ നമുക്ക് പ്രത്യേകമായിട്ടുള്ള ലിമിറ്റേഷൻ ആക്ട് അല്ലേ, നമ്മുടെ ലിമിറ്റേഷൻ, ഓരോ കാര്യങ്ങളും ഫയൽ ചെയ്യുന്നതിന് ഉള്ള ടൈം ലിമിറ്റുകളെ, ഡ്യൂറേഷനെ നോക്കാനുള്ള ലിമിറ്റേഷൻ ആക്ട്, ഇത്രയും നമ്മളത് സ്റ്റാറ്റ്യൂട്ടറി ലോ ആയിട്ട് പറയാം. നമുക്ക് വാസ്റ്റായിട്ട് പോകണ്ട. കോമൺ ലോ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, നമുക്ക് UK അല്ലേ എമർജ് ചെയ്ത ഒരു സിസ്റ്റമാണ് കോമൺ ലോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. കോമൺ ലോ പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ഉള്ള നിയമങ്ങൾ കൂടുതലും അവരുടെ പ്രീവിയസ് ഡിസിഷൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്, പ്രീസിഡൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ ഹയർ കോടതികളുടെ ജഡ്ജ്മെൻറ്റ്സിലൂടെ വരുന്നതാണ്. അത് ഒരു കോമൺ ലോ ആയിട്ട് മാറും. റൂൾ ഓഫ് ലോ, ഇറ്റ് ഇസ് എ കോമൺ ലോ പ്രിൻസിപ്പിൾ ആണ്. കാരണം UK ഫോളോ ചെയ്തിരുന്ന റൂൾ ഓഫ് ലോ, സ്പിരിറ്റ് ഓഫ് ലോയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറഞ്ഞ ഒരിത്, ലോയാണ് ഏറ്റവും വലുത്, ബയാസ് ഒഴിവാക്കിക്കൊണ്ട് ലോയ്ക്ക് പ്രാധാന്യം കൊടുക്കുക എന്ന് പറഞ്ഞൊരു കോമൺ ലോ പ്രിൻസിപ്പിളാണ്. അവർ പല ജഡ്ജ്മെൻറ്റ്സുകളിലൂടെ നേടിയെടുത്ത, മനസ്സിലാക്കിയെടുത്ത ഒരു കോൺസെപ്റ്റാണ് കോമൺ ലോ പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ ഇതിൽ നോക്കിയേ, ഇത്രയും നിങ്ങൾക്ക് പിടിയിട്ടിയല്ലോ. വിച്ച് among the following legal system relies on the principle of precedent and its decision on the higher courts? ഏതാണ്? കസ്റ്റമറി ലോ അല്ല. കാരണം നമ്മൾ മനസ്സിലാക്കി എന്താ, പ്രീസിഡൻസ് ആൻഡ് ദി ഡിസിഷൻ ഓഫ് ഹയർ കോർട്ട്. അപ്പോൾ നമുക്ക് കസ്റ്റമറി ലോ പ്രീസിഡൻ്റ് അല്ല, ഇന്റർനാഷണൽ ലോയും അല്ല, സ്റ്റാറ്റ്യൂട്ടറി ലോയും അല്ല. ഏതാണ്? കോമൺ ലോ ആണ് റൈറ്റ് ആൻസർ. പിടിയിട്ടില്ല? നമ്മൾ ആ എലിമിനേഷൻ ടെക്നിക്കിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. 6ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. നമുക്ക് പുതിയൊരു കൺസെപ്റ്റ് അതിലേക്ക് മനസ്സിലാക്കാനുണ്ട്. നോക്കിയേ, വിച്ച് among the following statements accurately describes legal rights and legal duties? ഓക്കെ, അപ്പോൾ ഇതിൽ ലീഗൽ ഞാൻ പറഞ്ഞു, നമുക്കിപ്പോൾ എനിക്കൊരു എന്താണ് റൈറ്റ് ഉണ്ട്, എൻ്റെ അല്ലെങ്കിൽ വേറൊരു വ്യക്തിക്ക് ഒരു റൈറ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ റൈറ്റിനെ സംരക്ഷിക്കേണ്ടുന്നത് വേറൊരാളുടെ ഡ്യൂട്ടിയാണ്. അദ്ദേഹം അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ റൈറ്റ് അദ്ദേഹത്തിന് കിട്ടില്ല അല്ലേ? ഇപ്പം നമുക്ക് ഭരണഘടനാപരം മൗലികാവകാശം, എല്ലാവർക്കും പലതരത്തിലുള്ള മൗലികാവകാശങ്ങളുണ്ട്. അപ്പോൾ ഈ മൗലികാവകാശങ്ങളെ നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? ഈ മൗലികാവകാശം, അവർക്ക് റൈറ്റ് ടു ലൈഫ് ഉണ്ട്, അവർക്ക് ജീവിക്കുന്നതിനുള്ള അവകാശമുണ്ട്. പക്ഷേ ഒരാളെപ്പോഴും അവരെ ഉപദ്രവിക്കാൻ ചെന്നാലോ, അല്ലെങ്കിൽ അവരുടെ റൈറ്റ് ടു ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്താലോ, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി അദ്ദേഹം വയലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അടുത്ത ആൾക്കാർ റൈറ്റ് കിട്ടാത്തത് അല്ലേ? അപ്പോൾ ഇതിൽ ലീഗൽ റൈറ്റ്സ്, ലീഗൽ ഡ്യൂട്ടീസ് ഓൾവേസ് എക്സിസ്റ്റ് വിത്തൗട്ട് കറസ്പോണ്ടിങ് ലീഗൽ റൈറ്റ്, ലീഗൽ റൈറ്റ്സ് ഓൾവേസ് എക്സിസ്റ്റ് വിത്തൗട്ട് കറസ്പോണ്ടിങ് ലീഗൽ ഡ്യൂട്ടീസ്. ഇതിൽ കൃത്യമായിട്ട് വരുന്നത് ലീഗൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആർ ഇൻ്റർഡിപ്പെൻഡൻറ്റ്. ഈ ഓപ്ഷനാണ്. അത് ലീഗൽ റൈറ്റ്സും ഡ്യൂട്ടീസും ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. മനസ്സിലായല്ലോ? നമുക്ക് അതിലൊരു നമ്മളിപ്പോൾ ജൂറിസ്പ്രുഡൻസിൽ തിയറി ഉണ്ട്, റൈറ്റും ഡ്യൂട്ടിയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന തിയറി ഉണ്ട്. നമുക്ക് ക്ലാസ്സുകളിലേക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്. കാരണം എന്താണ് ഡ്യൂട്ടി, ഇതിൽ ഡ്യൂട്ടി എന്താണ്, റൈറ്റ് എന്താണ്, നമ്മളിപ്പം തിയറി, ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരാളുണ്ട്, കോഫൾസ് എന്ന് പറഞ്ഞൊരാളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷനുണ്ട്, റൈറ്റ്സിനെയും ഡ്യൂട്ടീസിനെയൊക്കെ സംബന്ധിച്ച് പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷനും ഡിഫറൻസിയേഷനും ഒക്കെ പറയുന്നുണ്ട്. ആ ക്ലാസ്സുകളിൽ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു തരും. അതിൻ്റെ ആൻസർ, അതിൻ്റെ ഒരു ഇൻ ഡീറ്റെയിലേക്ക് നമ്മൾ പോകും. അപ്പോൾ റൈറ്റ്സും ഡ്യൂട്ടീസും തമ്മിലുള്ള അതിൻ്റെ ഒരു വ്യത്യാസമാണ് ഇതിൽ പറയുന്നത്. റൈറ്റ്സും, ലീഗൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആർ ഇൻ്റർഡിപ്പെൻഡൻറ്റ്. മനസ്സിലായല്ലോ? ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്, ലീഗൽ റൈറ്റ്സും ഡ്യൂട്ടീസും ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്.